കഴിയുന്നില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടെ നീ എനിക്ക് തന്നല്ലേ, അത് വിചാരിച്ച് ഞാൻ തീരെ മരിക്കൂല എന്ന് അതിനർത്ഥമല്ലല്ലോ. അല്ലാഹുവേ നിന്നിലേക്ക് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ളത്. ഇതാണ് നമ്മൾ ഉണർന്നാൽ പറയുന്നത്. അതൊരു ദിക്ർ. അതേപോലെ സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലദീ റദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹിനെ നീ മടക്കി തന്നുവല്ലോ, വഅഫാനി ഫീ ജസദി, എൻ്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലയോ റബ്ബേ, വഅദിന ലീ ബിദിക്രി, നിനക്ക് ദിക്ർ ചൊല്ലാൻ നീ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ, അതിന് നിനക്ക് നന്ദി അല്ലാഹ്. ഇത് ഉണർന്നാൽ പറയണം. ഒരു മരണം കഴിഞ്ഞ് ജനനത്തിലേക്ക് വരലാണ്. ഓരോ ഉറക്കവും ഒരു മരണമാണ്, ഓരോ ഉണർച്ചയും ഒരു ജനനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവുകളെ ഇങ്ങനെ എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളാണ് മനുഷ്യ ശരീരം മരിക്കുമ്പോൾ ആത്മാവിനെ പൂർണ്ണമായി വലിച്ചെടുക്കുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളിൽ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം, അവരുടെ കൂടെ എത്രയോ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് സഹായത്തിനുണ്ട്. ഈ പ്രപഞ്ചം ഒന്നാകെ ഒരു കടുകുമണിയുടെ അത്രയാ അസ്റായീൽ അലൈഹിസ്സലാമിന്. വിരലിങ്ങനെ വെച്ചാൽ അല്ല, എങ്ങനെ ഇപ്പൊ ചെങ്ങരയിൽ ഇപ്പൊ ഇന്നലെ മരിച്ചു, അതേ സമയത്ത് ന്യൂയോർക്കിൽ മരിച്ചില്ലേ, എങ്ങനെയപ്പോ നമ്മുടെ മലക്കുൽ മൗത്ത് അങ്ങോട്ടൊക്കെ എത്തുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു കടകുമണി ഇങ്ങനെ വിരലിന്റെ അടി വെച്ചാൽ എങ്ങനെ ദുന്യാവ് മൊത്തം മലക്കിന് അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്തിനാ ബേജാറാണ്? ആ മലക്കിന് കടന്നു വരാൻ ചുമരുകൾ തടസ്സമല്ല. വാതിലുകൾക്ക് എത്രയായിരം പൂട്ടുവെച്ചാലും മലക്കുൽ മൗത്തിനകത്ത് കടക്കാൻ കഴിയും. കരിങ്കല്ലുകൾ ഭിത്തികളാണെങ്കിലും മലക്കുൽ മൗത്ത് അരികത്തേക്ക് വരും. ഒന്നും തടസ്സമല്ലാത്ത കാലവും സമയവും സ്ഥലവും മലക്കിന് തടസ്സമല്ല. മരണം അല്ലാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ റൂഹിനെ പിടിക്കാൻ വരുന്നു അല്ലാഹുവിന്റെ മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് തലഭാഗത്തിലൂടെയാണ്, കാലിലൂടെയല്ല. തലഭാഗത്തുകൂടെയാണ് റൂഹിനെ കൊണ്ടുപോകുന്നത്. ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ദേഹിയെ കൊണ്ടുപോകുന്നത്. ദേഹി, അതാണ് റൂഹ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. 1-2 ആള് മക്കളില്ലാത്തതിന് ദ്വാരക്കാനും വേണ്ടി ഇവിടെ സംഭാവനയും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവരുടെ സംഭാവന അവരെ ഏതൊരു ഉദ്ദേശത്തിന് തന്നുവോ ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട്, റമദാനിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദേഹിയാണ്, റൂഹിനെ ദേഹി എന്ന് പറയും. ദേഹവും ദേഹിയും ശരീരത്തിൽ നിന്നതിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് റൂഹിനെ കുറിച്ച്. നമ്മൾ ആരും ഇങ്ങനെ കേൾക്കാൻ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടൂല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് എത്രയോ കാലങ്ങളായി ഉള്ളതാണ്. നമ്മൾ മരിച്ചാലും റൂഹുണ്ട്. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പും നമ്മളെന്ന റൂഹ് അപ്പോഴും ഉണ്ട്. ആ റൂഹിന്റെ രൂപം എന്താണ്, കോലം എന്താണ്, അള്ളാഹുവിനെ അറിയൂ, നമുക്കറിയില്ല. ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പല ആളുകളും കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. ആദ്യമായി വീട്ടിലേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 കണ്ണുകളും അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ റൂഹ് ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ കണ്ണുമേലോട്ട് ഉയർത്തുന്നത്. ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു, റൂഹിനെ പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ
അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാര് റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞത് കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലിൻ, അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, അബൂ സലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ. മരണം നടക്കുമ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവരുത്, നിങ്ങൾ നല്ലതേ പറയാവൂ, നല്ലതേ പറയാവൂ. ചിലർ പറയും, ഭർത്താവ് മരിച്ചാൽ പടച്ചോനെ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ, എന്തിനാണ് എന്റെ മക്കളെയും എന്നെയും ബാക്കിയാക്കിയത്, ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നോ, ഞാനും വരുന്നു ഖബറിലേക്ക്, എന്നെയും കൊണ്ടുപോയിക്കോളൂ, പടച്ചവനെ നീ എന്തിനെന്നെ ബാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പറയല്ലേ. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ. നിങ്ങൾ നന്മയെ പറയാവൂ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് മോശപ്പെട്ടത് പറഞ്ഞു പോവല്ലേ. മരണം സംഭവിച്ചത് സങ്കടം തന്നെയാണ്. ആത്മാവിനെ പിന്തുടരുകയായിരുന്നു അബൂ സലമയുടെ കണ്ണുകൾ റളിയല്ലാഹു അൻഹു. ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവുകളുടെ യാത്ര വളരെ മനോഹരമാണ്. ശുഹദാക്കൾ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെ, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അധികാരിയായ അമീർ അല്ലെങ്കിൽ ഒരു ഖലീഫ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കും. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവിറക്കുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് ശരിയായ യുദ്ധം. ആ യുദ്ധത്തിൽ ഷഹീദാകുന്നവരാണ് ഷഹീദുകൾ, ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ഷഹീദുകൾ ഉണ്ടാകാം, ഒരു യുദ്ധത്തിൽ നടക്കുന്ന ഷഹീദ് അങ്ങനെയാണ്. ചാവേർ ആക്രമണങ്ങളിൽ അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവനവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതനുസരിച്ച് ചെയ്തു കൂട്ടുന്നവ ഷഹാദത്താണെന്ന് പറയാൻ കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ. അർവാഹു ശുഹദാഇ ഫീ ത്വയ്രിൻ ഖുദുരിൻ തഅല്ലഖു മിൻ സമരിൽ ജന്നah. റൂഹുകൾ, ശുഹദാക്കളുടെ ആത്മാവുകൾ, അവരുടെ ശരീരം ഭൂമിയിലായി ആ റൂഹുകൾ ആത്മാക്കളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നു. അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹുകൾ ഫീ ത്വയ്രിൻ ഖുദുരിൻ, പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ്. തഅല്ലഖു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്ന് ജീവിക്കുന്ന, സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന, തഅകുലു മിൻ സമരിൽ ജന്നah, സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅൽനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആലു ഇമ്രാനിലെ 169ാമത്തെ ആയത്ത് സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയേ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് في سبيل الله أمواتا بل أحياء عند ربهم يرزقون. എന്താണ് നബിയെ ഈ ആയത്തിന്റെ അർത്ഥമെന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ അംവാത, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുതേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അരികത്ത്. യുർസഖൂൻ, അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. രക്തസാക്ഷികൾ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബിയേ,
എന്താണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോ ഫഖാല, ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചു, അർവാഹുഹും ഫീ ജൗഫി ത്വയ്രിൻ ഖുദുരിൻ ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർശ്. സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളുണ്ട്, മനോഹരമായ പക്ഷികള്. ആ പക്ഷികളാണെങ്കിലോ അർശിന്റെ തൂണുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള മനോഹരമായ വിളക്കുമാടങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന പക്ഷികള്. തസ്റഹു മിനൽ ജന്നതി ഹൈതു ശാഅത്, സ്വർഗ്ഗത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പാറിക്കളിക്കാം. ثم تأوي إلى تلك القناديل, അർശിന്റെ മീതെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിലേക്ക് ആ പക്ഷികൾ അഭയം തേടി വരികയും ചെയ്യും. അങ്ങനെ ഫത്വല ഇലൈഹിം റബ്ബുഹും ഇത്ലാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷികളുടെ ആ പക്ഷികളുടെ ഉള്ളിൽ കിടക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളോടായി അല്ലാഹു ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ ശുഹദാകളെ? ഖാലൂ, അവര് പറയും, അയ്യു ശൈഇൻ നസ്തഹി വനഹ്നു നസ്റഹു മിനൽ ജന്നതി ഹൈതു ശിഅനാ. അല്ലാഹുവേ, ഈ സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്, ഈ സ്വർഗ്ഗലോകത്തുകൂടെ എവിടെ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് വേണം റബ്ബേ, എന്ത് വേണം? അല്ലാഹു ആത്മാക്കളോടായി വീണ്ടും ചോദിക്കുന്നു, ഹൽ തഷ്തഹൂന ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വേണോ? ഹൽ തഷ്തഹൂന ശൈആ, 3 തവണ ചോദിക്കുമ്പോൾ അവര് അല്ലാഹുവിനോട് മറുപടി പറയും, യാ റബ്ബ്, അല്ലാഹുവേ, നുരീദു അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങളുടെ ആത്മാവുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് തിരിച്ചു തരുമോ? ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റാ, ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരണപ്പെടാൻ, ഷഹീദാവാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ ആഗ്രഹം പറയുമ്പോൾ അത് അല്ലാഹു പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നതല്ല. وأنكم إليها لا ترجعون, നിങ്ങൾ ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നവരല്ല. അവർക്ക് മറ്റൊന്നും പറയാനില്ല. റബ്ബേ, ശുഹദാഇന് ഇത്രയും സ്ഥാനം നീ നൽകുന്നുവെങ്കിൽ ഒരിക്കലൂടെ ഒരു ഷഹാദത്ത് ഞങ്ങൾക്ക് നൽകുമോ? ഫലമ്മാ റആ അന്നഹും ലൈസ ലഹും ഹാജ തറക്കഹും, അവർക്ക് കാര്യമായ ആഗ്രഹങ്ങൾ മറ്റൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ തറക്കഹും, അല്ലാഹു പിന്നെ അവരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ റൂഹ് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. താഴേക്ക് വരുന്നവയുണ്ട്, മേലോട്ട് കയറുന്നവയുണ്ട്, ഇറങ്ങി വരുന്നവയുണ്ട്. തലഖത്തിൽ മലായികതു റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലഖത്തിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ, റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിച്ച ഒരു നേരം, ഫഖാല ലാ, ആ റൂഹ് പറഞ്ഞു ഇല്ല എന്ന്. ഖാലൂ, അവർ റൂഹിനോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക് എന്ന്. ആത്മാവിന് ഓർമ്മയുണ്ടാകും, ആത്മാവിന് ഓർമ്മശക്തിയുണ്ട്. തദക്കർ, മലക്കുകൾ പറയും, അയാളോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക്, ഓർത്തു നോക്ക്, എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? ഖാല, ഓർത്തെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, കുൻതു ദാഹിമുന്നാസ് فآمر فتياني أن ينظروا المعسر ويتجوزوا عن الموسر, ഞാൻ ആളുകൾക്ക് പൈസ വായ്പ കൊടുക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് കാശിന് പൈസ ഞാൻ ആവശ്യം വരുമ്പോൾ വായ്പ കൊടുക്കാറുണ്ട്. വട്ടിപ്പലിശയല്ല ഇത്. വട്ടിപ്പലിശ, ഏത് വട്ടിയാവട്ടെ അല്ലാത്തതാവട്ടെ, പലിശ നമുക്ക് ഹറാമാണ്. പൈസ കൊടുത്ത് പൈസക്ക് ഏറെ വാങ്ങിക്കുന്നത് ഹറാമാണ്. 1000 കൊടുത്തിട്ട് തിരിച്ചു തരുമ്പോൾ 1100 വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അത് പലിശയാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. കാശ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരേ കറൻസി വെച്ചിട്ട് ഏറെ വാങ്ങിക്കാൻ പാടില്ല. 1000 കൊടുത്തിട്ട് 1100 വാങ്ങിക്കുക, അല്ലെങ്കിൽ 1000 കൊടുത്തിട്ട് 1200. പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു ഞാൻ, കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുൻതു ഉദാഹിമുന്നാസ്,
അങ്ങനെ എന്റെ കാശ് പിരിക്കുന്ന ചെറുപ്പക്കാർ അവരോട് ഞാൻ പറയും അയ്യുൻദിറുൽ മുഅ്സിറാ, പാവപ്പെട്ട ആളുകൾ കാശ് തിരിച്ചു തരാൻ കഴിയാതെ വിഷമിക്കുമ്പോ അവർക്കൊരു സാവകാശം ചെയ്തു കൊടുക്കാം. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാൻ പറഞ്ഞതാണ്, 1 മാസമായല്ലോ ഇനിയും തന്നില്ലല്ലോ എന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ഒരൽപ്പം കൂടെ സാവകാശം ചെയ്തു കൊടുക്കാൻ ഞാൻ പറയും. സാവകാശം ചെയ്യാൻ 4 മാസം കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. വയതജവസൂ അനിൽ മൂസിരി, കഴിവുള്ള ആളുകളെ, മുതലാളിമാരായ ആളുകളെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ. പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു നന്മ ഞാൻ ചെയ്തത് ഓർമ്മയുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല, ആ മനുഷ്യന്റെ സംഭാഷണം, മലക്കുകളും ആത്മാവും തമ്മിലുള്ള സംഭാഷണം, അല്ലാഹു ഇടപെടുകയാണ്. തജവ്വസു അൻഹു തജവ്വസു അൻഹു, എന്റെ അടിമയെ വിട്ടോളൂ, അവനെ വിട്ടോളൂ, അവനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോളൂ, ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ആ റൂഹിനോട് അല്ലാഹു മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, വളരെ പ്രബലമായ ഹദീസാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ സംസാരിച്ചത്. മനുഷ്യ ശരീരത്തിൽ നിന്നും ആത്മാവ് പിരിയുന്ന ഒരു നേരം, അല്ലാഹുവേ ദുന്യാവിനോട് വിട പറയുന്ന നേരമാണത്, ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയമാണത്. നമ്മുടെ കൂടെയുള്ളവർ പലരും മരിച്ചുപോയി കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ടവർ കിടക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ. അതൊന്നുകിൽ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ്. അല്ലാഹുവേ, സത്യവിശ്വാസികളായ മുഅ്മിന് മുഅ്മിനാത്തുകളുടെ ഖബറുകളെ നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണമേ റഹ്മാനെ, സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. അവരിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ടാകാം, വല്യപ്പ വല്യമ്മമാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ, സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ശരീരം ആത്മാവും വേർപിരിയുന്ന ഒരു നേരം, ശരീരം ആത്മാവിനോട് യാത്ര പറയുന്നു, ആത്മാവ് ശരീരത്തോട് യാത്ര പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു കുഞ്ഞ് മരിക്കാറായിട്ടുണ്ട്. 1 വയസ്സായ കുഞ്ഞാണിത്, ഒരു ചെറിയ പൈതല്. 1 വയസ്സുള്ള മോന് ലോകത്തോട് വിട പറയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർസലത്, അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിവരമറിയിച്ചു. റസൂലുള്ളാഹി തങ്ങളോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, എന്റെ മോന് തീരെ സുഖമില്ലെന്ന് പറയാൻ പറയണം. മോന് സുഖമില്ലെന്നാണ് പറയുന്നത്. ഫഅർസല ഇലൈഹാ മുഅസ്സിയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്കിലാണ്, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്, വരാൻ കഴിയില്ല. മുത്തനബി തങ്ങൾ ആ പരിശുദ്ധ വീട്ടിലേക്ക് സ്വന്തം മോളോട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ മുഅസ്സിയ അനുശോചനം അറിയിച്ചുകൊണ്ട് നബിയുടെ സന്ദേശം കൊടുത്തയച്ചു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? മോളെ, കുഞ്ഞിന്റെ സുഖത്തിൽ വേദനിക്കരുത്. കുഞ്ഞിന്റെ അസുഖം മൂർച്ഛിച്ചാൽ അവസാനം സംഭവിക്കുന്നത് കുഞ്ഞ് മരിക്കുമെന്നല്ലേ, അത്രയല്ലേ സംഭവിക്കൂ. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ, തന്നത് അല്ലാഹുവിൻ്റെതല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റെതല്ലേ. മക്കളെ തന്നവൻ അല്ലാഹുവല്ലേ, കൊണ്ടുപോകുന്നതും അല്ലാഹുവല്ലേ. അല്ലാഹു തന്നതവൻ കൊണ്ടുപോകുന്നു എന്നതല്ലാതെ നമ്മളിൽ നിന്നൊന്നും അവൻ പിടിച്ചു പറിച്ചതല്ലല്ലോ. ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ, തന്നതും കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ, ഏതൊരു ശരീരവും അല്ലാഹു കണക്കാക്കിയ കാലമേ ഭൂമിയിൽ ജീവിക്കൂ. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കാൻ കൊതിച്ചിട്ട് കാര്യമില്ല. നമുക്ക് 25-ലാണോ മരണം, 35-ലാണോ 45-ലാണോ 50-ലാണോ 60-ലാണോ, അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആർക്കും കൊതിച്ചിട്ട് കാര്യമില്ല. കുല്ലു ഷൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ, ഏതൊരു വസ്തുവും, ഈ ലോകം പോലും, ഈ രാജ്യവും ഈ ഭൂമിയും എല്ലാം അല്ലാഹു നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ നശിപ്പിക്കാൻ പോകുന്നതാണ്. അതിനാണ് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്, അന്ത്യനാൾ എന്ന് പറയുന്നത്. ഈ ഭൂമിക്കും ഒരു മരണമുണ്ട്,
നമ്മൾ മരിക്കും, ഭൂമിയും മരിക്കും, സൂര്യനും ചന്ദ്രനും എല്ലാം മരിക്കും, എല്ലാം നശിക്കാൻ പോകുന്നവയാണ്. അല്ലാഹു ഒഴികെ പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ ദാത്തൊഴികെ എല്ലാം മരണത്തിന് വിധേയമാകും. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹു ഒഴികെ എല്ലാം ഇവിടുന്ന് എല്ലാം ഇല്ലായ്മയിലേക്ക് പോകുന്നവയാണ്. അല്ലാഹുവിന്റെ ദാത്തൊഴികെ. മോളെ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. എന്റെ മോൾ ക്ഷമിക്കണേ കുഞ്ഞിന്റെ അസുഖത്തിൽ. മോളെ അല്ലാഹുവിനോട് ക്ഷമിക്കണം. വൽ തഹ്തസിബ്, അല്ലാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തോളൂ. നമുക്ക് ഉണ്ടാകുന്ന മുസീബത്തുകളിൽ ക്ഷമിച്ചാൽ കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് മോളെ ക്ഷമിക്കണേ, സഹിക്കണേ. അല്ലാഹു തന്നതല്ലേ കൊണ്ടുപോകുന്നത്. എല്ലാം ഇവിടെ ഒരു നിശ്ചിതമായ സമയത്തേക്കല്ലേ. കുഞ്ഞുങ്ങളും മരിക്കും, പ്രായമുള്ളവർ മരിക്കും, യുവാക്കൾ മരിക്കും, ചെറുപ്പക്കാര്, മധ്യവയസ്സുള്ളവര്, സ്കൂളിൽ പോകുന്ന മക്കള്, ആർക്കൊക്കെയാണ് മരണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വീണാൽ പിന്നെ ആ കുഞ്ഞിന് എപ്പോഴും മരണം സംഭവിക്കാം. അതല്ലയോ ലോകം. അഖ്സമത് അലൈഹി അൻ യഅതിയഹാ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ദുഃഖകരമായ സന്ദേശം, നബി തങ്ങളുടെ അനുശോചന സന്ദേശം സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടം അങ്ങ് മതി വന്നില്ല. ബീവി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എന്റെ ഉപ്പ വീട് വരെ വന്നേ പറ്റൂ. സത്യം ചെയ്താൽ പിന്നെ ആ സത്യം നിർവഹിക്കാൻ നബി ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വരണമെന്നാണ് മോളി നിർബന്ധം പിടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂടെ തന്നെ എഴുന്നേറ്റ് പോന്നു. ആ സംഘത്തിലുണ്ട് മുആദ് ഇബ്നു ജബൽ, ആ സംഘത്തിലുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ആ സംഘത്തിലുണ്ട് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹും. ഈ മഹാന്മാരായ 3 സ്വഹാബിമാർ, അവര് 3 പേരും ഹബീബിന്റെ കൂടെയുണ്ട്. മരണം സംഭവിക്കുന്ന ഒരു വീട്ടിലേക്കാണ് വരുന്നത്. ഒരു കുഞ്ഞിന്റെ പിഞ്ചു ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞിന്റെ റൂഹ് യാത്ര പിരിയുന്ന ഒരു രംഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫലമ്മാ ദഖൽനാ നാവലു സ്വബിയ റസൂലല്ലാഹ്. ആ വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ആ കുഞ്ഞിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് അവർ കൊടുത്തു. വറൂഹുഹു തഖഅഖഉ ഫീ സ്വദ്രിഹി. ആ കുഞ്ഞിന്റെ ആത്മാവ്, റൂഹ് നെഞ്ചിൽ കിടന്ന് പിടക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. കഅന്നഹാ ശന്ന, ഒരു പാത്രം പോലെ, ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് തിളച്ചുമറിയുന്ന പോലെ ആ പിഞ്ചു പൈതലിന്റെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് റൂഹിന്റെ പിടക്കല് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഫബകാ റസൂലുള്ളാഹ്, കരുണയായിരുന്ന റസൂൽ കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅസ്സുറൻ ലിഹാലി സ്വബിയ്യില്ലദീ യഹ്തദിർ. മരണമാസന്നമാകുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ, റൂഹ് പിരിയാൻ പോകുന്ന റൂഹിനെ, ആ കുഞ്ഞിനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല ലഹു ഉബാദ, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, മാ ഹാദാ യാ റസൂലല്ലാഹ്. ആത്മാവുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന നബിയെ, റൂഹിനെ കുറിച്ച് പറഞ്ഞു തരുന്ന നബിയെ, മരണം എന്താണെന്ന് പറഞ്ഞു തരുന്ന നബിയെ, അങ്ങ് കരയുകയാണോ? എന്താ നബിയെ ഈ കാണുന്നത്? അങ്ങ് കരയുകയാണോ? ഈ പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ അങ്ങ് കരഞ്ഞുവോ എന്ന് ചോദിച്ചപ്പോ, ഖാല, ലോകത്തിന്റെ റഹ്മത്ത്, അർറഹ്മത്തുൽ മുഹ്ദാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ കരുണയാണ് നബിയെ അങ്ങ്, ലോകത്തിന് റഹ്മത്താണ് നബിയെ അങ്ങെന്ന് ഖുർആൻ പറഞ്ഞ ആ റഹ്മത്തായ നബി, കരുണയായ പ്രവാചകർ ഉരുവിടുകയാണ്. ഉബാദ, ഞാൻ ഈ കരയുന്നത് അക്ഷമ കാണിക്കുകയല്ല, ഞാൻ ഈ കരയുന്നത് അള്ളാഹുവിന്റെ വിധിയെ പഴിക്കുകയല്ല. ഉബാദ, ഞാൻ ഈ കരയുന്നത് അള്ളാഹു ഈ കുഞ്ഞിനെ മരിപ്പിക്കുന്നതിൽ ഞാൻ എൻ്റെ മനസ്സിന്റെ നോവറിയിക്കുകയല്ല. പിന്നെയോ അർ-റഹ്മ അല്ലതി ജഅലഹ അല്ലാഹു ഫീ ബനി ആദം. മനുഷ്യരിലേക്ക്, മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു കരുണ കൊടുത്തിട്ടില്ലേ ഉബാദ? ആ കാരുണ്യമാണിത്, ആ കാരുണ്യമാണിത്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ.
കരുണ ഹൃദയത്തിലുള്ളവരോടെ രക്ഷിതാവ് കരുണ കാണിക്കൂ ഇബാദ. ഇത് കരുണയാണ്, ഇത് ദയയാണ്, ഇത് വാത്സല്യമാണ്, ഇത് കരുണയുടെ അണപൊട്ടി ഒഴുകുന്ന കരുണയുടെ വർഷമാണിത്. ഇത് കരുണയാണ് ഇബാദ, റഹ്മത്താണ്. ഞാൻ അള്ളാഹുവിന്റെ ഖളായിൽ അക്ഷമ കാണിക്കുകയല്ല, റഹ്മത്തുള്ളവരോടല്ലേ അള്ളാഹു റഹ്മത്ത് കാണിക്കൂ. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കെന്റെ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ കരുണയാണിത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ റമളാനിന്റെ രാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. റബ്ബേ, ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ സഹായം നൽകണേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് നമുക്കും ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമുക്കത് ദുആ ഇറക്കാം. അല്ലാഹുവേ, ഈ ലോകത്തോടുള്ള യാത്ര പറയൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിലാക്കി തരയണമേ. ആ വചനം ചൊല്ലുമ്പോ ശരീരത്തോട് വിട പറയുന്ന ആത്മാവിന് ആശ്വാസം വരുമെന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൂഹ് ശരീരത്തോട് വിട പറയുന്നത് കടുത്ത ഒരു അനുഭവമാണത്. അലാ ഇന്ന ലിൽ മൗതി ലസകറാത്ത് യാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ നമ്മളുടെ ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വയസ്സായി പനി പിടിച്ച് കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ആ കിടത്തം മരണത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും നനച്ചിരുന്നില്ല. ബീവി റളിയല്ലാഹു അൻഹ തൊട്ടരികത്തെ ഹബീബിന് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പനിയുടെ ചൂട്, ആ ചൂടിൽ നിന്ന് ഒരൽപ്പം ആശ്വാസമാകാൻ നബി തങ്ങൾ ആ വെള്ളത്തിൽ കൈവച്ച് നെറ്റിയിൽ തടവുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു കേട്ടു. ആയിഷ, അലാ അറിയണേ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിനൊരു പ്രയാസമുണ്ട് ആയിഷ, മരണത്തിനൊരു പ്രയാസമുണ്ട് ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആ പ്രയാസം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. നോക്കണം, ഒരു വേദനിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നത്. അങ്ങനെ ഒരു വേദനയോടെ തന്നെയാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നതും. അതിനിടയിലുള്ള ഏതാനും നേരത്തെ, കുറഞ്ഞ നേരത്തെ സന്തോഷം, മനുഷ്യന്റെ ജീവിതം അത്രയല്ലേ ഉള്ളൂ. ആ കുറഞ്ഞ നേരത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് പിണക്കങ്ങളായ പിണക്കങ്ങൾ, അതിനുവേണ്ടിയാണ് തർക്കങ്ങളും മടിയും പിടിയും, അതിനുവേണ്ടിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള്, അതിനുവേണ്ടിയാണ് മനുഷ്യര് ജാതിയും ചേരിയും തിരിഞ്ഞ് പരസ്പരം അടിപിടി കൂടുന്നത്. കുറഞ്ഞ നേരത്തെ വളരെ അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഒരു സമയം, എത്ര ആയുസ്സെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കുറഞ്ഞ ഒരു ജീവിതം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചപ്പോ, ആകാശലോകങ്ങളെ പടച്ചപ്പോ, ഭൂമിയെ പടച്ചപ്പോ അർശിന്റെ വലതുഭാഗത്ത് ഒരു കറുത്ത മഴ പെയ്യുകയുണ്ടായി. ആ മഴ പെട്ടെന്ന്, ആ മഴ ഒരുപാട് നേരം പെയ്തുകൊണ്ടിരുന്നു. ഇപ്പുറത്തെ ഒരു വെളുത്ത മഴ, അത് വളരെ പെട്ടെന്ന് തീർന്നു. ഹബീബായ നബി തങ്ങൾ വ്യാഖ്യാനിച്ചു, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഒരുപാട് പെയ്തിറങ്ങിയ ആ കഠിനമായ കറുപ്പുള്ള കാർമേഘമുള്ള ആ മേഘം, ആ മഴ ഭൂമിലോകത്തെ മനുഷ്യന്റെ സങ്കടങ്ങളാണ്. പിന്നെ ഇപ്പുറത്ത് കണ്ട ആ ചെറിയ ചാറ്റൽ, അത് സന്തോഷം, അത് കുറച്ചേ ഉള്ളൂ. വിവാഹത്തിന്റെ അന്ന്, തലേന്ന്, പിറ്റേന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്തോഷ മുഹൂർത്തങ്ങൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. നിരന്തരമായ മനുഷ്യ ജീവിതം സങ്കടങ്ങളുടെ, വിഷമങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ആ ജീവിതം മതിയാക്കി നമ്മളോട് നമ്മൾ വിട പറയാൻ പോകുന്ന നേരം നമ്മളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ആത്മാവ് നിങ്ങളുടെ ദേഹത്തോട് വിട പറയുന്നത് വളരെ എളുപ്പമാവും. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ തങ്ങളുടെ അരികത്തുകൂടെ പോകുമ്പോ ഖിന്നനായി, ദുഃഖിതനായി ഇരിക്കുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ സ്വഹാബി എന്നറിയുമോ? അവരെയാണ് ഹബീബായ നബി തങ്ങൾ ത്വൽഹത്തും ഫിൽ ജന്ന, എന്റെ ത്വൽഹ സ്വർഗ്ഗത്തിലാണെന്ന് 10 പേരെ പേരെടുത്ത് നബി തങ്ങൾ പറഞ്ഞ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ ഉണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി
ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാൻ ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ത്വൽഹ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മുഴുവനായി കേൾക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇന്നി, തങ്ങൾ പറയാൻ, ഇന്നി ലാ അഅലമു കലിമതൻ ലാ യഖൂലുഹാ അഹദുൻ ഇൻദ മൗതിഹി ഇല്ലാ കാനത് നൂറൻ ലിസഹീഫതിഹി. ഇന്നി ലാ അഅലമു കലിമതൻ, ഒരു വാക്ക് എനിക്കറിയാം, ഒരു വചനം എനിക്കറിയാം. ലാ യഖൂലുഹാ അഹദുൻ ഇൻദ മൗതിഹി, മരണസമയത്ത് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ ഇല്ലാ കാനത് ലഹു ഇല്ലാ കാനത് നൂറൻ ലിസഹീഫതിഹി. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ച തമ്പുരാനെ കാണിക്കാൻ പോകുന്ന കർമ്മങ്ങളുടെ നമ്മുടെ രേഖയിൽ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു വചനം മരണസമയത്ത് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് നാളെ വെളിച്ചമാണ്, നൂറാണ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ ഇന്ന ജസദഹു വ റൂഹഹു ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി റഹ്മതൻ വ ഫറജൻ വ തൻഫീസാ. മരിക്കുന്ന സമയത്ത് ശരീരത്തിനും റൂഹിനും ഒരുപോലെ ആത്മാവും ശരീരവും ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി, മരണനേരത്തത് അവർക്ക് ആശ്വാസമാണ്, സുഗന്ധമാണ്. റഹ്മതൻ, കരുണയാണ്. വഫറജൻ വതൻഫീസാ, പ്രയാസങ്ങളില്ലാതെ പോകുന്ന ആശ്വാസമാണ്. മരണനേരത്തെ ഈ വാക്ക് പറഞ്ഞാൽ അവർക്ക് മരണം എളുപ്പമാവും. അവരുടെ കർമ്മങ്ങളുടെ രേഖയിൽ അതൊരു വെളിച്ചമായി മാറും. മരിക്കുമ്പോൾ പറയേണ്ട ഒരു വചനമുണ്ട്, ഫലം മസ്അൽഹു ഹത്താ തുവഫിയ. ആ വാക്ക് എന്താണ് നബിയേ എന്ന് ഹബീബിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ വന്ന് നബി തങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വഴിയിലേക്ക് പോവുകയും പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു. നോക്കണം, അവരുടെ സങ്കടം സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുത്ത സ്വഹാബിയാണിത്. ഉറപ്പാണ് സ്വർഗത്തിലാണെന്ന്, എന്നിട്ടും സങ്കടം. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന അലമുഹാ, ത്വൽഹ നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വേദനിക്കരുത്, എനിക്കതറിയാം. ഹിയല്ലതി അറാദ അമ്മഹു അലൈഹാ, പ്രിയപ്പെട്ട മൂത്താപ്പയോട് നബി തങ്ങൾ പറയാൻ പറഞ്ഞ വാക്കാണത്. എന്റെ മൂത്താപ്പ എന്ന് വിളിച്ച് അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ ഖുറൈശി പ്രമാണിമാര് മുഴുവനും അബൂ ത്വാലിബിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കരുത്, കലിമ ചൊല്ലരുത്, ഷഹാദത്ത് ചൊല്ലരുത്, ഏകദൈവ വിശ്വാസം പുൽകരുത് എന്ന് ചുറ്റും വട്ടം കൂടി നിന്ന് ആ മനുഷ്യനെ കലിമ ചൊല്ലാൻ സമ്മതിക്കാതെ വിഷമിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന് 40 കൊല്ലത്തിലേറെ കാലം സുരക്ഷിതത്വം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട വന്യവയോധികനായ മരണം പുൽകാൻ പോകുന്ന അബൂ ത്വാലിബിനോട് നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, യാ അമ്മി യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി. എന്റെ മൂത്താപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമോ? ഒരു വചനം, കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി, അതങ്ങ് പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് അങ്ങേക്ക് വേണ്ടി സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ എന്റെ റബ്ബിനോട് വാദിച്ച് തർക്കിച്ച് ജയിക്കും. ഉപ്പാ, നിങ്ങളൊന്ന് ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ത്വൽഹ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് പറഞ്ഞത്. ഖാല ത്വൽഹതു സദഖത, ശരിയാണ് ഉമറേ, ശരിയാണ്, അതുതന്നെയാവണം, അതുതന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം തീർത്തു കൊടുക്കുകയാണ്. ആ ഒരു വചനം മരണപ്പെടുമ്പോൾ ചൊല്ലുമ്പോൾ ഇല്ലാ കാനത് നൂറൻ ലിസഹീഫതിഹി, നമ്മുടെ ഏടുകൾക്കത് വെളിച്ചമാണ്. വ ഇന്ന ജസദഹു വ റൂഹഹു ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി റഹ്മതൻ വ ഫറജൻ വ തൻഫീസാ, ആത്മാവിന് ആശ്വാസമാണ്, ആത്മാവിന് റാഹത്താണ്, ശരീരത്തിന് ആശ്വാസമാണ്.
എല്ലാം റാഹത്തായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ആ ഒരു വചനം എന്താണെന്ന് ആലോചിച്ചിരുന്ന ത്വൽഹ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ത്വൽഹ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ വഖാതിമതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. പടച്ചവനെ, ആ വചനം ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ അവസാന വചനം നീ നന്നാക്കി തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ച് ഇനിയും വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ, ഒന്നൊന്ന് ഉന്മേഷം കിട്ടാൻ അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ സംഘാടകർ, നമ്മുടെ വിഹായ വളണ്ടിയേഴ്സ് സജീവമായിട്ട് രംഗത്തുണ്ട്. നമുക്ക് റുഖിയ ചെയ്ത തേൻ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എണീറ്റ സ്ഥിതിക്ക് ആ പൈസയൊക്കെ ഒന്ന് എടുത്തോളേ. അതിലൊക്കെ 500 നോട്ടൊക്കെ ഉണ്ടെങ്കിലേ ഒക്കെ എടുത്ത് പുറത്തന്നെ വെച്ചല്ലേ. ഇൻഷാ അല്ലാഹ് 200 300 100 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സ്വതക്ക, അത്രയും നമ്മൾ വേറെ ലേലം വിളിയൊന്നും ഇവിടെ ഇല്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ സംഘാടകർ കൊണ്ടുവരുന്നുണ്ട്. മാഷാ അല്ലാഹ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളുടെ പേരിലാണ് ഈ നഗരി. നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ട റബ്ബാനിയായ ഒരു ആലിം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആലിം നമ്മൾ കണ്ടത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിലൂടെയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആ മഹാനുഭാവൻ, വേറെയും ഒരുപാട് മഹത്തുക്കൾ, പക്ഷെ ആ മഹാനുഭാവന്റെ പേരിലാണ് നമ്മുടെ ഈ നഗരി. അള്ളാഹു ഈ നഗരി ആ നാമധേയം അനുഗ്രഹിക്കുന്ന പോലെ തന്നെ, അർഹിക്കുന്ന പോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അവൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ ലദുന്നിയായ ഇൽമും അള്ളാഹുവിൻ്റെ തൗഫീഖും ലഭിക്കുന്ന ഒരു സദസ്സാക്കി ഈ സദസ്സിനെ റബ്ബ് മാറ്റിത്തരട്ടെ. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും ആ തേൻകുപ്പി ആരും വിട്ടുപോവാതെ, എല്ലാവർക്കും വാങ്ങിക്കാനുണ്ടാവുമെന്നറിയില്ല, എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അള്ളാഹു തആല ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. لا ركزوا لقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونوടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ മുറാദുകൾ അവൻ ഹസ്സുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 313 രൂപയെങ്കിലും ചിലറുണ്ടെങ്കിൽ 13-20 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോഴേ അങ്ങനൊരു സംഖ്യ നമ്മുടെ സംഘാടകർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്ന് എഴുതി കൊടുത്താൽ മതി. പിന്നീട് നാളെ ഇൻഷാ അല്ലാഹ് മുനീർ ഹുദവി വിളയിൽ അവരുടെ പ്രഭാഷണമാണ്. അപ്പോൾ നാളത്തേക്ക് വരുമ്പോൾ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നാളത്തെ പരിപാടി നമ്മൾ ഗംഭീരാക്കി വിജയിപ്പിക്കണം ഇൻഷാ അല്ലാഹുൽ അസീസ്. ഇരിക്കും. ജസാകുമുല്ലാഹു ഖൈർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح
ഔ തഹ്വി ബിഹിർ റീഹു ഫീ മകാനിൻ സഹീഖ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ആത്മാവുകൾ കയറിപ്പോകുന്നുണ്ട്. ചില ആത്മാവുകളെ താഴേക്ക് എറിയപ്പെടുന്നുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ആകാശലോകങ്ങളിലേക്ക് റൂഹുകൾ കയറിപ്പോകുമ്പോൾ ആകാശലോകങ്ങളിലെ മലക്കുകൾ പറയും, എന്തോ ഒരു സുഗന്ധമാണ് വരുന്നത്. ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ആത്മാവ് വരുന്നുണ്ടല്ലോ. നല്ല ആളുകളുടെ റൂഹ് ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര സുഗന്ധമായിരിക്കുന്ന മലക്കുകൾ അതിനെ എതിരേറ്റുകൊണ്ടിരിക്കും. ആകാശത്തിന്റെ വാതിലുകൾ ഓരോന്ന് തുറന്നു കൊടുക്കുന്നു. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, അങ്ങനെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുന്നവരെ മലക്കുകൾ എതിരേറ്റ് കൊണ്ടുപോകുന്ന റൂഹുകളുണ്ട് മുഅ്മിനീങ്ങളുടേത്. അല്ലാഹുവേ, ഞങ്ങളുടേത് അത്തരം റൂഹുകളാക്കി തരണേ തമ്പുരാനെ. ചില റൂഹുകൾ ഭൂമിയിൽ നിന്ന് വരുമ്പോഴേക്കും മാ അൻതനഹു, എന്തോ ഒരു ദുർഗന്ധമാണ്. മലക്കുകൾ അതിനെ താഴേക്ക് എറിയുന്നു. ആ പതിയുന്നത് ഭൂമിയുടെ 7 തട്ടുകൾക്കുള്ളിലേക്കാണ് പോകുന്നത്, 7 ലെയറുകൾക്കുള്ളിലേക്ക്. നമുക്കറിയോ, ഭൂമിന്റെ ഉള്ളിൽ ഏറ്റവും കടുത്ത തീയാണ്. ഭൂമിന്റെ ഉള്ളിൽ തീയാണല്ലോ. അതൊക്കെ നമുക്ക് ഇപ്പൊ സയൻസ് കൊണ്ട് മനസ്സിലായതാണ്. ഹദീസുകളിലൊക്കെ ഉള്ളത് അവിശ്വാസിയുടേത്, അക്രമം ചെയ്യുന്നവരുടേത്, ദുൽമ ചെയ്യുന്നവരുടേത്, പാപികളുടേത് ഭൂമിയുടെ ഉള്ളിലേക്കാണ് ആ റൂഹിനെ കൊണ്ടുപോകുന്നത്. സിജ്ജീൽ എന്നാ പറയാ. അത് ചൂടാണ്. ഭൂമിന്റെ കോർ തീയാണ്, ചുട്ടുപഴുത്തുയരുന്ന തീയാണ്. അതാണോ ഉദ്ദേശിച്ചത്? അല്ലാഹു അലം. 12 കിലോമീറ്ററേ മനുഷ്യന് ഭൂമിയിലേക്ക് കുഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. 12ൽ താഴെ കുഴിക്കാൻ പറ്റിയ മെഷീനില്ല. ടൈറ്റാനിയം വരെ കത്തി ഉരുകിപ്പോവാണ്. അത്രയും ചൂടാണ് ഭൂമിന്റെ ഉള്ളിൽ. 12 കിലോമീറ്ററിന്റെ താഴേക്ക് ഭൂമി കുഴിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ചില ഭാഗങ്ങൾ കടുത്ത തീയാണ്. തുരക്കുന്ന മെഷീൻ മെൽറ്റായി പോവാണ്. പിന്നെ എങ്ങനെ തുരക്കും? അത്രയും കടുത്ത ടെമ്പറേച്ചർ. മാ അൻതനഹു, എന്തോ ഒരു നാറ്റമാണെന്ന് പറഞ്ഞ് ചില റൂഹുകളെ മലക്കുകൾ താഴേക്ക് എറിയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റൂഹുകൾ 7 ആകാശത്തേക്ക് അപ്പുറത്തേക്ക് അല്ലാഹു കൊണ്ടുപോയി ആത്മാക്കളെ അല്ലാഹു സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ തന്നെയും ഭൂമിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആ ശരീരത്തിലേക്ക് ആ റൂഹിന് കണക്ഷൻ അല്ലാഹു കൊടുക്കുന്നുണ്ട്. സിജ്ജീലിലേക്ക് ആഴ്ത്തപ്പെടുന്ന, എറിയപ്പെടുന്ന ആത്മാവാണെങ്കിൽ തന്നെയും ദുഷ്ടനായ മനുഷ്യന്റെ റൂഹ്, ആ റൂഹ് ആ ശരീരവുമായി ബന്ധിക്കുന്നുണ്ട്. ഖബറിന്റെ ശിക്ഷ അവിടെ അനുഭവിക്കുന്നുണ്ട്. മറവ് ചെയ്യപ്പെടാത്ത ശരീരമാണെങ്കിൽ പോലും ആകാശലോകത്ത് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. എത്രയോ സംഭവിക്കാറുണ്ടല്ലോ. ലാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലാത്തപ്പോഴോ ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ച് തീ പിടിച്ചിട്ട് കത്തിക്കരിഞ്ഞ് പൊടിപൊടിയായി, കരിയായി, ധൂളിയായി ആകാശലോകത്ത് പാറിക്കളിച്ചാൽ പോലും ആ പൊടികൾക്ക് പോലും ഖബറിന്റെ അദാബ് അല്ലാഹു നൽകുന്നുണ്ട്. ചീത്ത മനുഷ്യനായിരുന്നെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അവർക്ക് അല്ലാഹു നഈമുകൾ കൊടുക്കുന്നുണ്ട്. ശരീരം അവിടെ പ്രശ്നമല്ല, റൂഹ് എപ്പോഴും ബാക്കിയുണ്ട്. പൊടിപൊടിയായി കിടക്കുന്ന മനുഷ്യന്റെ ധൂളിയെ ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹുവിന് കഴിയും. എത്ര വലിയ അത്ഭുതമാണ്! ഫറോവ ചക്രവർത്തി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫിർഔനിന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. ഈജിപ്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. റംസീസ് രണ്ടാമൻ തന്റെ കൂടെ 10, 17, 18 ഡെഡ് ബോഡികളുടെ കൂടെ മമ്മിയാക്കി വെക്കപ്പെട്ട ഫറോവയുടെ ശരീരം ഇന്ന് കാണാൻ കഴിയും. ഈജിപ്ത് ചെന്നാൽ കാണാൻ പറ്റും. സോലിഹൊക്കെ കണ്ടോതാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ്, 2 മാസമായോ? 1 മാസം അല്ലേ? 1 മാസം മുമ്പ് ഞങ്ങൾ പോയി കണ്ടു. ഫറോവയുടെ ശരീരമുണ്ട് അവിടെ, റംസീസ് രണ്ടാമന്റേത്. പോയാൽ വേറെ ഉണ്ടാവും. നമുക്ക് പോവേണ്ട യാത്രയാണ്. ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങളാണത്. ഫറോവയുടെ ശരീരം അവിടെ ഗ്ലാസിന്റെ ഉള്ളിൽ, റോയൽ മമ്മി ഹാള്. 50 ഈജിപ്ഷ്യൻ പൗണ്ട് ടിക്കറ്റ് വേറെ എടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറണം. ഈജിപ്ത് നാഷണൽ മ്യൂസിയത്തിലാണത്, കെയ്റോ നാഷണൽ മ്യൂസിയത്തിൽ. അതിൻ്റെ ഉള്ളിൽ
മമ്മികളെ, ഡെഡ് ബോഡികൾ 10-20ഓളം മമ്മികളുണ്ട്. ചിലതൊക്കെ കൊണ്ടുപോയി പരിശോധിക്കാൻ കൊണ്ടുവരും. അങ്ങനെ സാധാരണ 17-18 ഡെഡ് ബോഡികളാണ് ആ റോയൽ മമ്മി ഹാൾ. ഒക്കെ രാജാക്കന്മാരാ. അതിൽ ഫറോവയുണ്ട്, റംസീസ് രണ്ടാമൻ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുൽമ ചെയ്തവൻ അവിടെ കിടക്കുന്നുണ്ട്. ശീതീകരിച്ച റൂം എന്ന് പറഞ്ഞുകൂടെ, എയർ കണ്ടീഷൻ അവിടെ ഇല്ലല്ലേ, ശീതീകരിച്ചല്ല, പഴയ ബിൽഡിംഗ് ആണത്. എന്നാലും ശാന്തമായൊരു റൂമിൽ കിടത്തിയിരിക്കുകയാണ്. അവിടെ ഖബറിന്റെ അദാബ് നടക്കുന്നുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാറു യുഅറദൂന അലൈഹാ, ഫറോവക്കും ഫറോവയുടെ ശിങ്കിടികൾക്കും അല്ലാഹു രാവിലെയും വൈകുന്നേരവും നരകം കാണിച്ചു കൊടുക്കുന്നുണ്ട്, നരകശിക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാ കാണോ? ഇല്ല, ചില്ലിന്റെ ഉള്ളിൽ കിടക്കാം. അവരുടെ തലയിലെ മുടി പോലും ഇപ്പോഴും അങ്ങനെ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ടാലൊന്നുമില്ല. ഖബർ തുറന്നാ ചിലപ്പോ ഒന്നും കണ്ടില്ല എന്ന് വരും. അവിടെ നടക്കുന്നത് ഭൂമിയിൽ നടക്കുന്നതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത് ആലമുൽ ബർസഖാണ്. അത് വഹയിന്റെ വെളിച്ചത്തിലാണ് നബി തങ്ങൾ പറഞ്ഞു തരാം. നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിന് ഇമാം ഖസാലി തങ്ങൾ ഒരു ഉദാഹരണം കേട്ടോ. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെങ്ങനെ നോക്കി പുറത്തുനിന്ന് ഉറങ്ങാതെ നിൽക്കുന്നവൻ കാണുമ്പോൾ ഉറങ്ങുന്ന ഒരാൾ അങ്ങനെ കിടക്കുന്നു. ആ മനുഷ്യന് വല്ല കാട്ടിലും പെട്ടിട്ട് ഒരാനിന്റെ മുമ്പിൽ പെട്ടിട്ട് ഓടുകയായിരിക്കും. അയാൾ നിലവിളിച്ച് കരയുന്നുണ്ടാവും. സ്വപ്നം കണ്ടിട്ടേ നോക്കിക്കണോ, കാണുന്നുണ്ടോ? നോക്കി നിൽക്കണോന്ന് എന്തറിയാം? ആളങ്ങനെ കൂളായി കിടക്കണമെന്ന് പറയും. അയാള് പേടിച്ചോടി വണ്ടി പോയതും വണ്ടി കിട്ടാത്തതും വണ്ടി സ്റ്റാർട്ടാവാത്തതും കണ്ടിട്ട് ബേജാറായിട്ട് ഇടങ്ങാറായിട്ട് വിയർത്ത് കുളിച്ചിരിക്കുക കാരണം. പക്ഷെ കാണുന്നവരെന്ത് വിചാരിക്കും? ഒന്നുമില്ല, ഒരു കൂളായിട്ട് ഉറങ്ങുന്നു. ഗസാലി ഇമാം ഇതൊരു ഉദാഹരണം പറഞ്ഞതാ. ഇതൊരു ഉദാഹരണമാണ്. എന്നാ സ്വപ്നം പോലെയാണോ ഖബറിന്റെ അദാബ്? അല്ല, അത് ശരിക്കുള്ള ഹഖീഖിയായ അദാബാണ്, ശരിയായ ശിക്ഷയാണ്. ഖുർആനും ഹദീസും അതിന് തെളിവാണ്. ഖുർആൻ പറഞ്ഞത് ഫറോവയുടെ വിഷയത്തിൽ തന്നെ പറഞ്ഞു. ഫറോവക്ക് നാം നരകം കാണിക്കുന്നുണ്ട്, പരലോകത്ത് വലിയ ശിക്ഷയും കൊടുക്കാൻ പോകുന്നുണ്ട്. ആ ശിക്ഷ ഫറോവയുടെ ഡെഡ് ബോഡിയുമായി ആത്മാവിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാഴ്ചയിൽ അവിടെ ഒന്നും കാണാനില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് അങ്ങനെ കണ്ടുപോകുന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ്, എന്നാലും ആൾക്കാർ വല്ല മൊബൈലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കും. അവിടെ അങ്ങനെ കണ്ടുപോകുന്നു, കയറിറങ്ങി പോകുന്നു. ഫറോവ അങ്ങനെ കിടക്കുകയാണ്. വേറെ ഇപ്പുറത്ത് കുറെ ജൂനിയർ ഫറോവമാരും സീനിയർ ഫറോവമാരൊക്കെ വേറെയുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ അദാബ് നടക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അന്നാറു യുഅറദൂന അലൈഹാ, അവർക്ക് നരകം കാണിക്കപ്പെടുന്നുണ്ട്. ഗുദുവൻ വഅശിയ്യാ, രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ പരിപാടി. ഗുദുവ അശി എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ എന്നാണ് ഉദ്ദേശം, രാത്രിയും പകലും. വയൗമ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിച്ചാൽ അല്ലാഹു പറയും അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അതികഠോരമായ ശിക്ഷയിലേക്ക് ഫറോവയെയും കുടുംബത്തെയും ഇട്ടേക്കണമെന്ന് അല്ലാഹു മലക്കുകളോട് പറയും. അതിന്റെ മുമ്പ് ഇവിടെ തന്നെ തീയിന്റെ ശിക്ഷ നടക്കുന്നുണ്ട്. കാഴ്ചയിലൊന്നും കാണാൻ പറ്റൂല, അവിടെ അദാബ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങള് നടന്നു പോകുമ്പോൾ പറഞ്ഞല്ലോ, 2 ഖബറുകളിലേക്ക് നോക്കിയിട്ട് അവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. 2 ഖബറിലേക്ക് നോക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ നടക്കുന്നുണ്ട്. നമ്മുടെ കിതാബുകളിലൊക്കെ ഈജിപ്തിൽ അങ്ങനെ സംഭവം നടന്നത് കാണുന്നുണ്ട്. അവിടുത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ഒരാൾ ഒരു ഖബർസ്ഥാനിലൂടെ മേച്ച നേരത്തെ കന്നുകാലികൾ ചില ഖബറിനടുത്ത് പെട്ടെന്ന് ഓടിക്കളയുന്നു. ഒരു കഴുതയോ കുതിരയോ ചെവി വെച്ച് നിന്ന് ഓടിപ്പോരുന്നത് വീണ്ടും പോയി ചെവി വെച്ച് നിൽക്കും ചില ഖബറിൽ, എന്നിട്ട് ഓടി മറയും. നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അദാബ് നടക്കുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീർ, നിങ്ങളുടെ കണ്ണിൽ ഒരു വലിയ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല ആ നടക്കുന്നത്. അമ്മാ അഹദുഹുമാ, അതിൽ ഒരാൾ മൂത്രൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനോഹരിക്കാതെ, ശരിക്കും ക്ലീൻ ചെയ്യാതെ, ശരിയായി വൃത്തിയാവാതെ
വസ്ത്രത്തിൽ മൂത്രവുമായി കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു ഒരാള്. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വേറെ ഒരാള് ഇവിടെ പറഞ്ഞത് അവിടെ പറയും, അവിടെ പറഞ്ഞ് ഇവിടെ പറയും, അവിടെ കൊളുത്തി ഇവിടെ കൊളത്തും, ഇവിടുന്ന് അങ്ങോട്ടും കൊളത്തും. അങ്ങനെ കുടുംബം തെറ്റിക്കുക, കൂട്ടുകാരെ പിണക്കുക, അയൽപക്കങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക. ഈ നടത്തുന്ന പരിപാടി ഇത് അധികം പെണ്ണുങ്ങളാണ് ചെയ്യുക. ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൂളായിട്ട് നടക്കുകയും ചെയ്യും. പറയണ്ട കേട്ടോ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ഗീബത്ത്, നമീമത്ത് പറയാ, പരസ്പരം ഏഷണി കൂട്ടുക, മനുഷ്യന്മാരെ തെറ്റിപ്പിക്കുക. അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. എന്നിട്ട് ഒരു പച്ചക്കമ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവിടെ കുത്തിവെച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഈ പച്ചക്കമ്പിന്റെ ഇലകൾ ഉണങ്ങാതിരിക്കുന്ന കാലത്തോളം ആ ഇലകളുടെ പാപമോചനം ചോദിക്കുന്നത് കാരണം, ഇലകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കാരണം താഴെ കിടക്കുന്ന മയ്യത്തിന് അല്ലാഹു പാപമോചനം കൊടുത്തേക്കും, അദാബിൽ നിന്ന് അല്ലാഹു മോചനം കൊടുത്തേക്കും. അതിനാണ് നമ്മൾ ഖബർ മൂടിക്കഴിഞ്ഞാൽ ഒരു പച്ചക്കമ്പ് കൊണ്ടുപോയി കുത്തുന്നത്. അതിന്റെ തെളിവ് ഈ സംഭവമാണ്. ഇന്നഹുമാ ലയുഅദ്ദബാൻ. ഖബറിന്റെ അദാബ് നടക്കുന്നുണ്ട്. അത് ആത്മാവുകളെ അല്ലാഹു ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയാണ്. ആത്മാവിനെ കൊണ്ടുപോയാലും ഖബറിൽ കിടക്കുന്ന മയ്യിത്തുമായി ആത്മാവിന് ബന്ധമുണ്ട്. ശരീരം അനുഭവിക്കുന്നത് പോലെ അദാബും ശിക്ഷയും രക്ഷയും അനുഭവിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഖബറിന്റെ ലോകം നീ ഞങ്ങൾക്ക് സ്വർഗ്ഗപൂങ്കാവനമാക്കി തരണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരി, ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ യസ്മഉ ഖഫഖ നിആലിഹിം, കൂടെയുള്ള ആളുകളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം താഴെ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹസനായ ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങളും മറ്റു സുനന്റെ ഇമാമിയങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മരിച്ചവര് കേൾക്കോ? കേൾക്കും. എല്ലാ സാധാരണക്കാരും കേൾക്കും. പിന്നീട് ബാക്കിയുള്ള വിഐപികളുടെ കാര്യം. ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി, ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ യസ്മഉ ഖഫഖ നിആലിഹിം ഹീന യുവല്ലൂന അൻഹു, അവർ പിന്തിരിഞ്ഞു പോകുമ്പോൾ പോകുന്നവരുടെ ചെരുപ്പിന്റെ വാറ്, ഷൂവിന്റെ ശബ്ദം, ചെരുപ്പിന്റെ ഉരസൽ താഴെ കിടക്കുന്ന കൂട്ടുകാരൻ കേൾക്കുന്നുണ്ട്. ഫഇൻ കാന മുഅ്മിനൻ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസിഹി, മുഅ്മിനായ മനുഷ്യനാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ നിസ്കാരം തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. വസ്സുയാമു ഇൻദ യമീനിഹി, നോമ്പ് അവന്റെ വലതു ഭാഗത്ത് വന്ന് നിൽക്കും. അല്ലാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കട്ടെ. വസ്സകാതു അൻ ശിമാലിഹി, സകാത്ത് ഇടതു ഭാഗത്ത് വന്ന് നിൽക്കും. വഫിഅലുൽ ഖൈറാത്തി മിനസ് സ്വദഖതി വസ്സിലതി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇൻദ റിജ്ലൈഹി, ദാനം കൊടുത്തത്, കുടുംബ ബന്ധങ്ങളെ ചേർത്തിയത്, ആളുകൾക്ക് ഉപകാരം ചെയ്തത് കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും. ആ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി തലഭാഗത്തുകൂടെ വരുമ്പോൾ നിസ്കാരം പറയും, മാ ഖിബലി മദ്ഖൽ, എന്റെ ഭാഗത്തുകൂടെ വരണ്ട, ഞാൻ വിടൂല, അവൻ നിസ്കരിച്ചവനാണ്. വലതു ഭാഗത്തുകൂടെ വരുമ്പോൾ നോമ്പ് പറയും, മാ ഖിബലി മദ്ഖൽ, എന്റെ അടുത്ത് കൂടെ പോകണ്ട, ഞാൻ വിടില്ല ഇയാളെ സമീപിക്കാൻ. ഇത് നിസ്കരിച്ചിരുന്ന ആളാണ്, നോമ്പെടുത്ത ആളാണ്. ഇടത് ഭാഗത്തുകൂടെ ചെല്ലും, സകാത്ത് പറയും, ഇത് സകാത്ത് കൊടുത്തിരുന്ന ആളാണ്. കാലിന്റെ ഭാഗത്തുകൂടെ വരും, എല്ലാ നന്മകളും പറയും, ഇയാളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വിടില്ല. ഫയുഖാലു ലഹു ഇജ്ലിസ്, ആ മയ്യിത്തിനോട് ഇരിക്കാൻ പറയും. ഫയജ്ലിസു ഖദ് മുസ്തിലത് ലഹു ശംസു വഖദ് അഖദത് ബിൽ ഗുറൂബ്, ഇരിക്കുമ്പോൾ സൂര്യാസ്തമയം അസ്തമയം നടക്കുന്ന പോലെ അയാൾക്ക് കാണിച്ചു കൊടുക്കും, സൂര്യൻ അസ്തമിക്കുന്ന പോലെ. ഫയുഖാലു ല, ആളോട് ചോദിക്കും, മാ ഹാദർ റജുലുൽ ലദീ കാന ഫീകും, നിങ്ങളിൽ ജീവിച്ചുപോയ ഈ ആളെ അറിയുമോ? മാ തഖൂലു ഫീഹി വമാ തഷ്ഹദു ബിഹി അലൈഹി, ഇതാരാണെന്ന് നീ ഒന്ന് പറയേ, ഇതാരാണെന്ന് നീ ഒന്ന് സാക്ഷി പറയുമോ? ഒരാളുടെ ഫോട്ടോയാണ് കാണിക്കുന്നത്, ഇയാളെ നിനക്കറിയുമോ? ആ മനുഷ്യൻ പറയും, ദഊനി ഹത്താ ഉസല്ലിയ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ അസ്ർ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിസ്കാരം നിലനിർത്തുന്ന ഒരു മനുഷ്യന് സൂര്യാസ്തമയം കാണുമ്പോ പടച്ചവനെ ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്ന് ഖബറിൽ ആ മയ്യിത്ത് പറയും. അത് നിസ്കാരത്തിന്റെ നേരമല്ല, പക്ഷേ സൂര്യാസ്തമയം നടക്കുന്ന പോലെ അയാൾ കാണുന്നു.
അയാൾ പറയും ഞാൻ നിസ്കരിക്കട്ടെ എന്നിട്ട് മറുപടി തരാം. ദഊനി ഹത്താ ഉസല്ലി, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറയും. അവര് പറയും ഇന്നക സതുസല്ലി, നിസ്കാരം പിന്നെ നിർവഹിക്കാം, നിനക്ക് നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. അഖ്ബിർനാ അമ്മാ നസ്അലുക അൻഹു, ഇതാരാണെന്ന് നീ പറഞ്ഞു തരണേ. അയാൾ പറയും ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു സന്മാർഗ ദർശനമായി സർവ്വ മനുഷ്യരിലേക്കും പറഞ്ഞയച്ച അന്ത്യദൂതനാണിത്. ഈ റസൂലാണ് എനിക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത്, ഈ റസൂലാണ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത്, ഈ റസൂലാണ് എന്നെ നല്ലൊരു മനുഷ്യനാക്കി തന്നത്, ഈ റസൂലാണ് ഞങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. മിനായ മനുഷ്യൻ തുമ്മ യുജീബുഹും, അവർക്ക് ഉത്തരം കൊടുക്കും. വീണ്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്കെല്ലാം അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദ്യം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു വിധത്തിൽ ആത്മാവിന്റെ ബന്ധം ശരീരത്തിലേക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇന്നൽ മുഅ്മിന ഇദാ ഹദറതുൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന് മരണം ആസന്നമാകുമ്പോൾ ഹദറതുഹു മലായികത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വരും. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ സൂര്യജ്യോതിസ്, ആ മഹാനുഭാവൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ വഫാത്താകാൻ കിടക്കുമ്പോ ആ സുബഹി നേരത്തെ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മറുപടി പറഞ്ഞതിൽ പിന്നെ ഒരു വാക്കുപോലും ചൊല്ലാതെ കണ്ണു ചിമ്മി ഈ ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ സമസ്തയുടെ 40 കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനുഭാവനാണ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനുഭാവൻ. ഏതെങ്കിലും 2 അക്ഷരങ്ങളെ അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് കളിക്കാൻ പറയാവുന്ന പേരല്ല ഇ.കെ. എന്ന് പറയുന്ന മഹാനുഭാവന്റെ 2 അക്കം. ആ ശംസുൽ ഉലമ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരടക്കം വഫാത്ത് കഴിഞ്ഞിട്ടും വഫാത്തിന്റെ മുമ്പും ഇത് മഹാത്മാവാണ്, ഇത് കറാമത്തുകൾ കാണിച്ച മഹാനാണെന്ന് എത്രയാണ് അനുഭവങ്ങള്. മഹാനുഭാവന് വഫാത്ത് നടക്കുമ്പോൾ ആ റൂമിലെ ആളുകളോട് നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം, ഇവിടെ അവർക്ക് വരാൻ സ്ഥലം ചെയ്തു കൊടുക്കണം, സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കണം. മഹാനായ ശൈഖുന പറഞ്ഞത്, അവിടെ കൂടെ ഖിദ്മത്തിന് നിന്ന മഹാന്മാരായ ഉസ്താദുമാർ ഞങ്ങളോട് ദാൽഹുദയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. മഹാനായ ശൈഖുനക്ക് ഖിദ്മത്തിന് ഉസ്താദ് നേരിട്ട് അനുഭവം പറഞ്ഞത്, മാറി നിൽക്കണം, ചില ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കിൻ. എല്ലാവരും മാറി നിന്നു. മനുഷ്യരാരും അങ്ങോട്ട് കടന്നിട്ടില്ല മഹാനുഭാവന്റെ ആ റൂമിലേക്ക്. പിന്നെ ആരാണാവോ കടന്നു വന്നത്? മലായികത്തുർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകളാവണം, അല്ലാതെ മറ്റാരാണ്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാറുണ്ട്, മരണത്തിന്റെ സമയമാസന്നമായപ്പോ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന തന്റെ ഭാര്യയോട്, തന്റെ ഭാര്യയുടെ പിതാവ് രാജാവ്, ആങ്ങള രാജാവ്, ജ്യേഷ്ഠൻ രാജാവ്, അനുജൻ രാജാവ്, ഭർത്താവ് ഭരണാധികാരി, ഇങ്ങനത്തെ ഒരു മോളായിട്ടും വളരെ സൗമ്യയായി ലളിതമായി ജീവിതം നയിച്ച ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഫാത്തിമ ബിവിയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അമവി ഭരണാധികാരികളിൽ ഖുലഫാഉർ റാഷിദീങ്ങളോട് കടപിടിക്കുമെന്ന് പറയാൻ പാടില്ല. എന്നാൽ ആ മഹാത്മാക്കളോട് പരമ്പരയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ആളായിരുന്ന മഹാനുഭാവൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഒന്ന് മാറി നിൽക്കണേ, ഇന്നി അറാ ഉനാസൻ ലൈസു ബി ഇൻസിൻ വലാ ജിന്നിൻ. ഫാത്തിമ, ഇവിടെ ഞാൻ ചില ആളുകളെ കാണുന്നുണ്ട്, അവര് മനുഷ്യരല്ല, അവര് ജിന്നുകളുമല്ല. മർഹബൻ അസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്, സ്വാഗതം അല്ലാഹുവിന്റെ ഖലീലായ നബിയേ, ഇബ്രാഹിം നബിയേ, നിങ്ങൾക്ക് അസ്സലാം. പിന്നെ പറഞ്ഞു, അസ്സലാമു അലൈക യാ കലീമല്ലാഹി മൂസ, മൂസ നബിയേ നിങ്ങൾക്ക് സലാം. അസ്സലാമു അലൈക യാ
റൂഹല്ലാഹി ഈസ, ഈസ നബിയേ നിങ്ങൾക്ക് സലാം. ഈ സലാമുകളാണ് പിന്നെ കേൾക്കുന്നത്. ആ പരിശുദ്ധമായ റൂമിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വരാനായിരിക്കണം ഞങ്ങളോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ പുറത്തു പോവാൻ പറഞ്ഞിരുന്നത് എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് പിന്നീട് ഓർത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ മരണം ആസന്നമാകുമ്പോൾ അവിടെ സജ്ജനങ്ങൾ വരും, അള്ളാഹുവിന്റെ മലക്കുകൾ. നബി തങ്ങൾ പറയുന്നു ഇന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന് മരണം വരുമ്പോൾ ഹദറതുഹു മലായികത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് വരും. കാരുണ്യത്തിന്റെ മലക്കുകൾ അവിടെ വരും. ഇൻദ സുഊദിഹാ ഇലസ് സമാഇ യഖൂലു അഹ്ലുസ് സമാ, ആ റൂഹിനെ പിടിച്ച് ആ റൂഹുമായി സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മഹനീയമായ പട്ടിന്റെ ഉടയാടയിൽ ആ റൂഹിനെ പൊതിഞ്ഞ് സുഗന്ധമായ ആ റൂഹിനെയും കൊണ്ട് ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കുകൾ പറയും റൂഹുൻ ത്വയ്യിബ ജാഅത് മിൻ ഖിബലിൽ അർദ്, ആകാശ ലോകത്തെ മലക്കുകൾ പറയും ഇതാ ഭൂമിയിൽ നിന്ന് നല്ലൊരു റൂഹ് വരുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈക വഅലാ ജസദിൻ കുൻത തഅമുരീന, ആത്മാവേ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. നീ ഏതൊരു ശരീരത്തിന്റെ കൂടെയാണോ ജീവിച്ചിരുന്നത് ആ ശരീരത്തിനും കരുണയുണ്ടാവട്ടെ എന്ന് ആ ആത്മാവിനെ ചൊല്ലി മലക്കുകൾ പറയുമെന്നും പരിശുദ്ധ റസൂലിന്റെ ഹദീസ് ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് അനിവാര്യമായൊരു യാത്രയല്ലേ, വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും പോവണ്ടേ? ആ യാത്ര അള്ളാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് ചേർന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ, എളുപ്പമാക്കി തരണേ റബ്ബേ. ചില റൂഹുകളെ ഖബറിൽ പിടിച്ചു വെക്കപ്പെടാറുണ്ട്. റഅയ്തു സാഹിബകും മഹ്ബൂസൻ അലാ ബാബിൽ ജന്ന, മരണപ്പെട്ടു പോയ ആളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് പിടിക്കപ്പെട്ടതായി നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. വമിൻഹും മൻ യുഹ്ബസു ഫീ ഖബ്രിഹി ബിസബബിദ് ദൈൻ, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളുടെ ആത്മാവുകളെ അല്ലാഹു തആല ഖബറിൽ പിടിച്ചു വെക്കുന്നുണ്ട്. വമിൻഹും മൻ ഹുബിസ ഫീ ഖബ്രിഹി ഫീ ഗല്ലത്തിൻ ഗല്ലഹാ, നമ്മൾ മോഷ്ടിച്ചെടുക്കുന്ന സാധനം, മനുഷ്യന്മാരെ മോഷ്ടിക്കുന്നത്, ബാങ്കുകളെ പറ്റിക്കുന്നത്, മനുഷ്യരെ പറ്റിക്കുന്നത്, സ്ഥാപനങ്ങളെ പറ്റിക്കുന്നത്, ജോലി ചെയ്ത സ്ഥലങ്ങളിൽ മുതലാളിമാരെ പറ്റിക്കുന്നത്, നമുക്ക് ശമ്പളം തരാത്ത മുതലാളിയാണെങ്കിൽ പോലും അയാളുടെ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ അർഹമായ ശമ്പളം എടുത്തിട്ട് ഞാൻ ബാക്കി കൊടുക്കാം എന്ന് പോലും പറയാൻ പാടില്ലെന്ന് പറയുന്ന ശറഅാണിത്. നിങ്ങളുടെ ഹക്ക് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ, ആ മനുഷ്യനോട് ചോദിക്കാം. പക്ഷേ അയാൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതിനെ അതിൽ നിന്ന് നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെ മനുഷ്യർ ആരുടെയെങ്കിലും ഹക്കടപാടുകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിൽ പിടിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാക്കളെ പിടിച്ചു വെക്കുന്നുണ്ട്. ചില റൂഹുകള് ഖബറിന്റെ ഉള്ളിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്ന നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടുങ്ങിയ ഒരു പാത്രം, ആ പാത്രത്തിന്റെ തലഭാഗം ഒരു ഞെരുങ്ങിയ ഒരു കുടത്തിന്റെ കഴുത്തുപോലെ, അതിന്റെ ഉള്ളിൽ നിറയെ തീയാണ്. ആ തീയിന്റെ ഉള്ളിൽ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട്. അവര് മേലോട്ട് തീയങ്ങ് ആളിപ്പടരുമ്പോ ആ കലത്തിലുള്ള മുഴുവൻ ആളുകളും ആർപ്പ് വിളിച്ച് മേലോട്ട് വരും. പക്ഷെ അതൊരു ബോട്ടിൽ നെക്കാണ്, പുറത്തു വരാൻ കഴിയില്ല. ഉള്ളകം വീതിയുണ്ട്, മേൽഭാഗം ഇടുങ്ങിയതാണ്. പുറത്തു വരാൻ കഴിയാതെ ആർത്ത് നിലവിളിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് തീ അണയുമ്പോൾ അവർ ഉള്ളിലേക്ക് താഴേക്ക് പോകും. വീണ്ടും അതാ തീ വരുന്നു. ആർത്ത് നിലവിളിച്ചിട്ട് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓടാൻ കഴിയാത്ത വിധം അതിന്റെ ഉള്ളിൽ ഞെരിഞ്ഞമരുകയാണ്. ആരാണ് നബിയേ ഇത്? നബിയേ, ഇത് വ്യഭിചാരം ഇഷ്ടപ്പെട്ടവരാണ് നബിയേ, ഇത് വ്യഭിചരിച്ചവരാണ് നബിയേ എന്ന് ഹബീബിന് മറുപടി കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം. ഖബറിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അദാബുകളിൽപ്പെട്ടതാണ് ചെമന്ന ഒരു ചുവപ്പ് നിറമുള്ള പുഴ. ആ പുഴയുടെ
നടുവിലൊരാൾ നീന്തിക്കളിക്കുന്നുണ്ട്, കളിക്കുകയല്ല, അയാൾക്ക് കരയിലേക്ക് വരണം. കരയിലേക്ക് വരാൻ കഴിയാതെ ആ മനുഷ്യൻ കരയിലേക്ക് വരാറടുക്കുമ്പോഴേക്കും കരയിൽ നിന്നൊരാൾ വലിയൊരു കല്ലെടുത്തുകൊണ്ട് അയാൾ എറിയുന്നുണ്ട്. ആ കല്ല് വായയിൽ പതിക്കുന്നുണ്ട്. കരയിലേക്ക് തിരിച്ചു നിൽക്കുമ്പോഴേക്കും ഏറുവരുന്നു. വീണ്ടും നടുക്കടലിലേക്ക് നീന്തുകയാണ്. നിൽക്കാൻ പറ്റാതെ വിഷമിച്ച് തളർന്ന് കര പറ്റാൻ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ വീണ്ടും കല്ലുകൊണ്ട് അയാളെ എറിഞ്ഞോടിക്കുന്നു. ആരാണിതെന്നറിയുമോ? മനുഷ്യരോട് പലിശ ഇടപാടുകൾ ചെയ്ത ആളുകളാണിതെന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ തിന്നുകയും തീറ്റിപ്പിക്കുകയും ചെയ്തവരെ നമ്മൾ പറയും പലിശ 2% ഉള്ളൂ, 5% പലിശയുള്ളൂ, ആ ബാങ്കിൽ 7% ഉള്ളൂ, ഇവിടെ 4% കിട്ടാനുണ്ട്. എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. പലിശ സംവിധാനങ്ങളെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ നമ്മുടെ സംവിധാനങ്ങൾ ബറക്കത്തുണ്ടാവുക? വീട് വെക്കുന്നത് പണയത്തിന്, വാഹനം പണയത്തിന്, കുട്ടികളെ ഹയർ സ്റ്റഡീസിന് പറഞ്ഞേക്കുന്ന പഠനം, അവരുടെ എയർ ടിക്കറ്റ്, എല്ലാം പലിശക്ക്, എല്ലാം അടവിന്. അടവെന്ന് പറഞ്ഞ പലിശയല്ലേ? അടവിന് സാധനം പെണ്ണുങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, വാഷിംഗ് മെഷീന് കുറച്ചു കൊടുത്താൽ മതിയല്ലോ. അതിന്റെ ഒറിജിനൽ പ്രൈസിന്റെ ഏറെയാണ്. 6 മാസത്തിന്റെ അടവ് പറയുമ്പോൾ കുറച്ചേറെ വരും. 1 വർഷം കഴിഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ പറയും. ഏതെങ്കിലും ഒരു സാധനം സമയത്തെ ബന്ധപ്പെടുത്തി ഒരു വസ്തുവിന്റെ വിലയെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, സാധനം ഇന്ന് തന്നാൽ ഇത്ര, നാളെ തന്നാൽ ഇത്ര വേണം, ഒരു സമയത്തെ ബന്ധപ്പെടുത്തി ആ പ്രൈസിന് നിങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ അതുതന്നെയാണ് പലിശ എന്ന് പറയുന്നത്. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് അടവിന്റെ സാധനം, നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന മെഷീനുകൾ പലിശയുടേത്. വീടിന്റെ പെയിന്റ് അടിച്ചത് പണയം വെച്ച പൈസ കൊണ്ട്. പണയം വെക്കൽ ഒരു പുല്ല് വില പോലും വെക്കാതെ, മൈൻഡ് പോലും ചെയ്യാതെ, പച്ചയായ ഹറാമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ആലോചിക്കാതെയല്ലേ നമ്മൾ കയറിയിറങ്ങുന്നത് ബാങ്കിന്റെ വരാന്തകളിൽ, ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ വരാന്തകളിൽ. ഒരു മനുഷ്യന് പ്രയാസം വന്ന്, എടങ്ങേറും പ്രയാസവും വന്ന്, ഒരു നിലക്കും ഒരു വഴിയും മുമ്പിലില്ലാതെ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യന് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടെങ്കിൽ, നിർബന്ധിത സാഹചര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വളരെ നിസ്സാരം കൂളായിട്ട് ഹലാലായ ഒരു വഴിയും ആലോചിക്കാതെ അതങ്ങ് പണയം വെച്ചാൽ മതിയല്ലോ, അതങ്ങ് പണയത്തിന് വെച്ചാൽ മതിയല്ലോ എന്ന് കൂളായി പറയുന്ന പലിശ ഏർപ്പാടുകൾ ചെയ്യുന്നതിന് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് കരപറ്റാൻ കഴിയാതെ കല്ലുകൊണ്ട് ഏറുകൊണ്ട് നടുക്കയത്തിൽ കഴിയുന്ന എത്രയോ ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഖബറിന്റെ ലോകത്തനുഭവിക്കുന്ന ശിക്ഷയുണ്ട് പലിശ ഉപയോഗിക്കുന്നവർക്കെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആത്മാവും ശരീരവും കൂടെ അനുഭവിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ബോധത്തിലാവുക. നോമ്പെടുത്തത് കൊണ്ട് മാത്രമായില്ല, നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, സമ്പത്ത് ശുദ്ധിയുള്ളതാവണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവുകൾ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവുകൾ കണ്ടുമുട്ടും, ആത്മാവുകളുടെ സംഗമം നടക്കാൻ പോകുന്നു. ദുനിയാവിൽ നിന്നൊരാൾ മരിച്ചുപോയാൽ, മരിച്ച ഒരാള് ആത്മാക്കളുടെ ലോകത്തേക്ക് വന്നാൽ അവർ ചോദിക്കുമത്രേ, എന്താ വർത്താനം നാട്ടിലൊക്കെ, ചങ്ങരയിൽ സുഖാണോ ചോദിക്കുന്നതാണ്. ചങ്ങരയിൽ നിന്ന് മരിച്ചു പോണ ഒരാൾ അപ്പൊ ചോദിക്കും, അല്ല നമ്മൾ മൈമുട്ടിന്റെ മോളെ കെട്ടിച്ചോ, നമ്മുടെ സിദ്ദീഖ് വന്നോ ഗൾഫിൽ നിന്ന്, എന്താ നമ്മുടെ നാട്ടിലെ മറ്റൊരു പെരപ്പണി കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ, കുട്ടിണ്ടായോ, എല്ലാ വിവരങ്ങളും ചോദിക്കുന്നതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി ഒരു ഹദീസിൽ പറഞ്ഞത്, ആത്മാവുകൾ ഇരുന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ കാണുമ്പോ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ, പണ്ടൊക്കെ പ്രവാസികൾ അങ്ങനെയാണ്, ഇന്നിപ്പോൾ വിളിയും വരവൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നത് കൊണ്ട് വലിയൊരു ആവേശം കാണില്ല. മറ്റേ നാട്ടിൽ നിന്ന് വരുമ്പോൾ, എൻ്റെ നാട്ടിൽ നിന്ന് കത്തുണ്ടോ, വീട്ടിൽ നിന്ന് അച്ചാർ തന്നിട്ടുണ്ടോ, സാധനം കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് കൂട്ടുകാരെ കാണാൻ റൂമുകളിൽ ചെന്ന് ആ ഒരു കുശലം ചോദിച്ചറിയുന്ന പോലെ മരിച്ചു പോകുന്ന റൂഹിനോട്, മുമ്പ് മരിച്ചുപോയ ആത്മാക്കൾ ദുന്യാവിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ ഫയഅതൂന ബിഹി അർവാഹൽ മുഅ്മിനീന ഫലഹും അശദ്ദു ഫറഹൻ ബിഹി മിൻ അഹദികും ബിഗായിബിഹി യഖ്ദുമു അലൈഹി.
നിങ്ങളിൽ നിന്ന് യാത്ര പോയ, കുറെ കാലായിട്ട് കാണാതായ ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവുകളെ മലക്കുകൾ സത്യവിശ്വാസികളുടെ ആത്മാക്കളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. മുഅ്മിനീങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അവിടെ, എല്ലാവരും ഒരുമിച്ച്. സുബ്ഹാനല്ലാഹ്. ഫയസ്അലൂനഹു, അവർ ചോദിക്കും, മാദാ ഫഅല ഫുലാൻ, എന്താ നമ്മുടെ ഇന്നാലിൻ്റെവന്റെ വർത്തമാനം എന്താണ്? ദുനിയാവിലെ കഥയൊക്കെ ചോദിക്കുന്ന, വോട്ട് എഴുതിനോ, വോട്ട് കഴിഞ്ഞോ, അടുത്ത് മരിച്ചോലൊക്കെയാണൊക്കെ ചോദിക്കും ചിലപ്പോൾ. മാദാ ഫഅല ഫുലാൻ, എന്തേ ചെയ്തത്? മാദാ ഫഅല ഫുലാൻ, എന്തേ ചെയ്തത് ചോദിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം മലക്ക് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ അരികത്തേക്കാണ് ആ റൂഹ് ചെന്നിട്ടുള്ളത്. ചില ആളുകൾ പറയും, മുഅ്മിനീങ്ങളുടെ കൂടെ നിന്ന് മലക്കുകൾ പറയും, ദഊ ഫഇന്നഹു കാന ഫീ ഗമ്മിദ് ദുനിയാ. നിങ്ങളെ എല്ലാവരും ഇപ്പം എല്ലാം കൂടെ ചോദിക്കല്ലേ, ദുന്യാവെന്ന് ക്ഷീണിച്ചിട്ട് വരികയാണ്, ഒന്ന് വിശ്രമിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ എന്ന് മലക്കുകൾ പറയുന്ന. കാനഫി ഗമ്മിദ്ദുൻ. ഇപ്പൊ കുട്ടിന്റെ കല്യാണത്തിന്റെ പിന്നാലൊക്കെ കുറെ കഷ്ടപ്പെട്ടതാ. പിന്നെ ആ നാട്ടിൽ നമ്മുടെ ഉളുഹിയത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ നാട്ടിലെ കുട്ടികളെ കല്യാണം കെട്ടിച്ചു കൊടുക്കാൻ ആ റിലീഫിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓടിച്ചാടി ആ ഏപ്രിലെ ചൂടും ആ കടുത്ത ഉഷ്ണവും ഒക്കെ കഴിഞ്ഞിട്ട് വരും. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തത്, ബുദ്ധിമുട്ടാക്കരുത്. ദഊ ഫഇന്നഹു കാന ഫീ ഗമ്മിദ് ദുനിയാ. അസുഖവും സങ്കടവും ദുഃഖവും മക്കൾ പറഞ്ഞാൽ കേൾക്കായും, അസിയാനു അസ്വാജിഹ, ഭാര്യമാര് പറഞ്ഞാൽ കേൾക്കാതെ ആവലും, അങ്ങനെയൊക്കെ കുറെ ടെൻഷനൊക്കെ അടിച്ചിട്ട് വരികയാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കല്ലേ എന്ന് മലക്കുകൾ അവരോട് പറയും. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു ഫീ ഗമ്മിദ് ദുനിയാ. എല്ലാവർക്കും ഉത്തരം കൊടുക്കും. ചില ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഹൽ തസവ്വജ ഇബ്നതു ഫുലാൻ, ഇന്നാലിന്നവന്റെ മോളെ കല്യാണം കഴിഞ്ഞോ? ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ലേ, ഹദീസിലുണ്ട് അങ്ങനെ. കല്യാണം കഴിഞ്ഞോ എന്ന് വരെ ചോദിക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ ചോദിക്കും. നാട്ടിൽ നിന്ന് വരുന്നവരോടെ മരിച്ച മയ്യത്തിനോട് ചോദിക്കും. റൂഹ് മുഅ്മിനീങ്ങളുടെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും. അപ്പൊ ചിലർ ചോദിക്കും, ഐന ഫുലാൻ, എന്താ നമ്മുടെ അബൂബക്കറിന്റെ വർത്താനം എന്താണ്, അബൂബക്കറിന്റെ കാര്യം എന്താണ്, ഐന ഫുലാൻ. അപ്പൊ മൂപ്പര് പറയും, മരിച്ചു വരുന്ന ഈ മയ്യത്ത് പറയും, പുതിയ റൂഹ് പറയും, അമാ അച്ചാക്കും, മൂപ്പര് ഇങ്ങോട്ട് വന്നില്ലേ, നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, ഞാൻ പോരുന്നതിന്റെ 2 മാസം മുമ്പ് മരിച്ചല്ലോ, മൂപ്പര് ഇവിടെ വന്നിട്ടില്ലേ? അല്ലാ, വന്നിട്ടില്ലല്ലേ, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നാൽ ദുഹിബ ബിഹി ഇലാ ഉമ്മിഹിൽ ഹാവിയ, ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടാകും. ഇങ്ങോട്ട് വന്നതാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ നമ്മളടുത്തേക്ക് എത്തണല്ലോ, ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലേ, പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നാ പിന്നെ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചില ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ കാണാത്തതിൻ്റെ പേരിൽ റൂഹുകൾ മറുപടി പറയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ആത്മാക്കളുടെ ലോകത്ത് സംസാരം നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഇലാ ഉമ്മിഹിൽ ഹാവിയ വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയാണത്. ഇങ്ങോട്ട് വന്നിട്ടില്ലേ, പിന്നെ നരകത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് ബേജാറായി വിഷമിച്ചുകൊണ്ട് അവർ പറയുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ മുഅ്മിന, മുഅ്മിനായ മനുഷ്യൻ, യൻസിലു ബിഹിൽ മൗതു, മരണം ആസന്നമാകുമ്പോൾ, വയുആയിനു മാ യുആയിൻ, ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മളൊന്നും മലക്കുകളെ കാണുന്നില്ല, പക്ഷെ മരിക്കുന്ന നേരത്ത് നമുക്ക് മലക്കുകളെ കാണാൻ കഴിയുന്നതാണ്. ഖബറിലെത്തിയാൽ അതിലേറെ കാണാൻ പറ്റും. റൂഹങ്ങട്ട് ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതമായി തുടങ്ങാന്ന് കണ്ടാൽ പിന്നെ ഈ റൂഹിന് കഴിവുകൾ വർദ്ധിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ മരണത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ കൊതിച്ചു പോകും, എൻ്റെ ആത്മാവും എൻ്റെ ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയിരുന്നെങ്കിലെന്ന്. എന്തിനാണെന്നറിയോ? അല്ലാഹുവിനെ കാണാൻ കൊതിയായിട്ട്. ഈ റൂഹണ്ട് പിരിഞ്ഞാലല്ലേ, ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലല്ലേ എന്നെ റബ്ബിനെ കാണാനുള്ള മരണത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റൂ എന്ന് മുഅ്മിനായ മനുഷ്യൻ കൊതിച്ചു പോകും. വഇന്നൽ മുഅ്മിന യുസ്അദു ബിറൂഹിഹി ഇലസ്സമാ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവുമായി ആകാശത്തേക്കാണ് കൊണ്ടുപോകുന്നത്.
ഫതഅതീഹി അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ വന്നിട്ട് ഫതസ്തഖ്ബിറുഹു അൻ മആരിഫിഹിം മിൻ അഹ്ലിൽ അർളി, ഭൂമിയിലെ പരിചയക്കാരെ കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങും. പരിചയക്കാരൊക്കെ ചോദിക്കുന്ന അയൽവാസികള്, സുഹൃത്തുക്കള്, നാട്ടുകാര്, കൂടെ കളിച്ചവര് ഒക്കെ. തറക്തു ഫുലാനം ഫിൽ അർളി, തറക്തു ഫുലാനം ഫിൽ അർളി, ഇന്നാലിന്ന ആളുകളെ ഞാൻ ഭൂമിയിൽ കാണുന്നുണ്ട്, ഞാൻ വരുമ്പോ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അഅജബഹും ദാലിക, അവർക്കത് വല്ലാത്ത ഇഷ്ടായിരിക്കും. എന്റെ +2 കഴിഞ്ഞ മോനെ കണ്ടോ? ആ, ഞാൻ മരിക്കേണ്ട തലേന്ന് ഓനെ കണ്ടതാ, പള്ളിയിൽ ഓനെ കണ്ടിരുന്നു. എന്റെ മരുവനെ കണ്ടിരുന്നോ? ആ, മരുവനുണ്ടായിരുന്നു അവിടെ, നോമ്പറക്കാനൊക്കെ ഞങ്ങൾ ഉപ്പ ഇരുന്നിരുന്നത്. അങ്ങനെ പറയുമ്പോ അവിടെയുള്ള മുഅ്മിനീങ്ങൾക്കൊരു സന്തോഷമാണ്. അഅജബഹും ദാലിക, അവർക്കത് വല്ലാത്ത സന്തോഷമാകും. ഇത്മഅന്നു, അവർക്കത് ആശ്വാസമാകും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഇദാ ഖാല ഇന്ന ഫുലാനൻ ഖദ് മാത്, ഇന്നാലിന്ന ആള് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ എന്തേ നമ്മുടെ അരികത്തേക്ക് അയാൾ വരാതെ പോയത്? എവിടെ പോയിട്ടുണ്ട്? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇലാ ഉമ്മിഹിൽ ഹാവിയ, അവന്റെ ഹാവിയ എന്ന സ്ഥലത്തേക്ക് അവൻ പോയിട്ടുണ്ടാകും, നരകത്തിലേക്ക് പതിച്ചിട്ടുണ്ടാകുമെന്ന് അവർ ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ സംസാരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവുകൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ ആത്മാവുമായി ബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. രാത്രിയിലെ ഉറക്കം സുബഹിന്റെ മുമ്പായി കാണുന്ന സ്വപ്നങ്ങൾക്ക് നല്ല അർത്ഥമുണ്ട്. പകലിൽ കുറെ പേക്കിനാവ് കാണും. രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയാലേ പല സ്വപ്നം കാണും. പകല് പകല് അതിനൊന്നും കാര്യമായ അർത്ഥമൊന്നുമില്ല. അതൊക്കെ പാഴ്ക്കിനാവുകളാണ്. രാത്രി കണ്ടാൽ സുബഹിന്റെ മുമ്പ് നല്ല ഉദോക്കെടുത്ത് കിടന്നതാണ്. സുബഹിന്റെ മുമ്പ് കണ്ട ആ സ്വപ്നത്തിന് നല്ല അർത്ഥങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിൽ മരിച്ചവരെ കാണും. ചിലർ പറയില്ലേ, ഞാൻ വല്യപ്പാനെ കണ്ടു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഉറക്കം നടക്കുമ്പോൾ ആത്മാവിന് അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ ഒരു കണക്ഷൻ, ഒരു തരം ഡിസ്കണക്ഷൻ നമ്മുടെ ശരീരവുമായി അതിനെ അല്ലാഹു വിഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതിനെ വേർപിരിച്ച് എടുക്കുന്നുണ്ട്. ആ ആത്മാവ് മരിച്ചുപോയ മയ്യത്തിന്റെ ആത്മാവിനെ സന്ദർശിക്കാൻ കഴിയും. അങ്ങനെ ആത്മാവുകൾ നടക്കുന്ന സംഭാഷണങ്ങളുണ്ട്. നമ്മുടെ ചരിത്രങ്ങളിൽ സംഭവങ്ങളിൽ ഒരുപാടുണ്ട്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു സുഫിയാനു സൗരിയെ സ്വപ്നം കണ്ടത് നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. റഅയ്തു സുഫിയാന സൗരി ബഅദ മൗതിഹി, ഞാൻ സുഫിയാനു സൗരിയെ കണ്ടു, സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കുകയാണ്. മിൻ നഖ്ലത്തിൻ ഇലാ ഷജറ, ഒരു ഈത്തപ്പനയിൽ നിന്ന് അടുത്തൊരു വൃക്ഷത്തിലേക്ക്. വമിൻ ഷജറത്തിൻ ഇലാ നഖ്ല, ഒരു വൃക്ഷത്തിൽ നിന്നൊരു ഈത്തപ്പനയിലേക്ക്. അങ്ങനെ സുഫിയാനു സൗരി എന്ന ലോകം കണ്ട ഹദീസ് പണ്ഡിതൻ പാറിക്കളിക്കുന്നത് ഞാൻ കണ്ടു. വഹുവ യഖൂൽ, സുഫിയാനു സൗരി ഇങ്ങനെ പറയുന്നുണ്ട്, ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുന്നുണ്ട്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, അധ്വാനിക്കേണ്ടവരൊക്കെ ഈ ഒരു നാളിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്, ഈ ദിവസത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, ബിമ ഉദ്ഖിൽതൽ ജന്ന, സുഫിയാനു സൗരി, നിങ്ങൾക്ക് അല്ലാഹു എന്തേ സ്വർഗ്ഗം തരാൻ കാരണം? ഖാല ബിൽ വറഇ, ഞാൻ സൂക്ഷ്മത കാണിച്ചു ജീവിച്ച ആളാണ്. മറുപടി പറഞ്ഞു, സൂക്ഷ്മതയാണ്. ഹലാലും ഹറാമും നോക്കും, ഹറാം എടുക്കാറില്ല, ഹലാല് മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെ സൂക്ഷ്മത കാണിച്ചതിന്റെ പേരിലാണ് എനിക്ക് സ്വർഗം കിട്ടിയതെന്ന് സുഫിയാനു സൗരി തങ്ങൾ പറഞ്ഞത് മഹാനായ ഹദീസ് പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹ് ഇബ്നു ബിശ്ർ എന്നവർ പറയുന്നു, മഹാനായ അത്വാഉസ് സുലമി മരിച്ചപ്പോൾ ഞാൻ അവരെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, യാ അബാ മുഹമ്മദ് അത്വാഉസ് സുലമി അലസ്ത ഫീ സുംറത്തിൽ മൗതാ, നിങ്ങൾ മരിച്ചിട്ടില്ലേ? ഖാല ബലാ, ഞാൻ മരിച്ചിട്ടുണ്ട്. ഫമാദാ സുർത ഇലൈഹി ബഅദൽ മൗതി, മരണം കഴിഞ്ഞിട്ട് എന്താ നടന്നത്? സുർതു വല്ലാഹി ഇലാ റബ്ബിൻ ഗഫൂർ ശകൂരിൻ വഖൈരിൻ കസീർ, ഞാൻ കരുണാമയനായ അല്ലാഹുവിന്റെ അരികത്തേക്കാണ് ചെന്നത്, ഒരുപാട് നന്മ കിട്ടി എനിക്കെന്ന് മഹാനായ അത്വാഉസ് സുലമി എന്നോട് പറഞ്ഞുവെന്ന്
മഹാനായ സ്വാലിഹ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഈസുൽ ആരിഫീൻ, അല്ലാഹുവിന്റെ മാരിഫത്ത് സമ്പാദിച്ച മഹാനുഭാവൻ ഫുളൈൽ ഇബ്നു ഇയാദ്, അവരെ സ്വപ്നം കണ്ടത് നമ്മുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലുണ്ട്. ഏതെങ്കിലും വാറോലകൾ പറയല്ല. പ്രാമാണികമായ ഏത് മുസ്ലിം വിഭാഗങ്ങളിലെ ഏത് ജാതിയും അംഗീകരിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ പറയുന്നത് ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവരെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന പ്രാമാണികരായ ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെയാണിത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ മരണശേഷം കാണപ്പെട്ടപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങളുടെ അവസ്ഥ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞു, ലം അറ ലിൽ അബ്ദി ഖൈറൻ മിർ റബ്ബിഹി, മനുഷ്യന് അവന്റെ സ്രഷ്ടാവിനോളം നന്മയുള്ള ഒരു കാര്യം വേറെയില്ല. നമുക്ക് ഏറ്റവും ഖൈറ് നമ്മുടെ പടച്ചോനാണ്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ തന്നെയാണ് പറയുന്നത്, നാളെ പരലോകത്ത് എൻ്റെ ഉമ്മയും വാപ്പയാണ് എന്നെ വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ പോലും എനിക്കിഷ്ടല്ല. എൻ്റെ ഉമ്മയും വാപ്പ എന്നെ വിചാരണ ചെയ്യണ്ട, അതിനേക്കാളൊക്കെ നല്ലത് എൻ്റെ പടച്ചോൻ തന്നെയാണ്. അല്ലാഹു റഹ്മാനു റഹീമല്ലേ, ഉമ്മയും വാപ്പ ഇപ്പൊ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തൂലല്ലോ, അള്ളാഹിന്റെ കാരുണ്യത്തോട് എന്ന് പറഞ്ഞ മഹാൻ. ലം അറലിൽ അബ്ദി ഖൈറൻ മിർ റബ്ബിഹി, അല്ലാഹുവിനോളം അവന്റെ സൃഷ്ടാവിനോളം നന്മയായി മറ്റൊന്നും മനുഷ്യനില്ല എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ ആത്മാവുകളുടെ ലോകത്ത് നിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മഹാനായ വഫാ ഇബ്നു ബിശ്ർ എന്നവരെ കാണുന്നു. മരണശേഷം അബൂബക്കർ ഇബ്നു അബീ മറിയം റഹ്മത്തുള്ളാഹി അലൈഹി അവർ ചോദിച്ചു, മാ ഫഅൽത യാ വഫാ ഇബ്നു ബിശ്റേ, എന്താ നിങ്ങളൊക്കെ ചെയ്തത്? നജൗതു ബഅദ കുല്ലി ജഹദിൻ, കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായി, എന്നാലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഖുൽതു ഫഅയ്യുൽ അമാലി വജദ്തുമുഹാ അഫ്ളലു, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നന്മയായി തോന്നിയ കർമ്മം? ഖാല അൽ ബുകാഉ മിൻ ഖശിയത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ നേരമാണ്, പടച്ചതമ്പുരാനെ ഓർത്ത് കരഞ്ഞ കരച്ചിലാണ് എനിക്ക് ഉപകാരപ്പെട്ടതെന്ന് മഹാനായ വഫാ ഇബ്നു ബിശ്ർ എന്നവർ മറുപടി നൽകിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെ കണ്ടുകൊണ്ട് ചോദിച്ചു. പിതാവ് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ്. പിതാവിനോട് ചോദിച്ചു, ഉപ്പാ, നിങ്ങൾക്ക് സ്വർഗീയ ആരാമങ്ങൾ കിട്ടാൻ എന്തേ ഉപകാരപ്പെട്ടത്? ഉപ്പ പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാറു ഐ ബുനയ്യ, മോനെ, വാപ്പ പറയാറില്ലേ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് തന്നെയാണ് മോനെ, അത് തന്നെയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ ആത്മാവുകളുടെ ലോകത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. സുഹൈൽ ഇബ്നു അബൂ ഹസ്ം റളിയല്ലാഹു അൻഹു, യാ അബാ യഹ്യാ ലൈത ശഇരി മാദാ ഖദിംത ബിഹി അലല്ലാഹ്, മാലിക് ഇബ്നു ദീനാറേ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്താ കൊണ്ടുപോയത്? ഖദിംതു ബിദുനൂബിൻ കസീറ, ഒരുപാട് തെറ്റുകളുമായിട്ടാണ് ഞാൻ ചെന്നത്. സുഹൈലേ, പക്ഷേ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലതാണ് വിചാരിച്ചത്. പടച്ചതമ്പുരാൻ എനിക്ക് മാപ്പ് തരും, എന്നെ രക്ഷപ്പെടുത്തും, എന്നെ സ്വർഗം തരും, എന്നെ രക്ഷപ്പെടുത്തും എന്ന റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാലിക് ഇബ്നു ദീനാർ എന്ന മുഹദ്ദിസായ റബ്ബാനിയായ മഹാൻ അമ്മാർ ഇബ്നു സൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഹസൻ ഇബ്നു സ്വാലിഹ് എന്ന മഹാനെ എന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഖദ് കുൻതു മുതമന്നിയൻ ലിഖായിക, ഞാൻ പറഞ്ഞു, ഹസൻ ഇബ്നു സ്വാലിഹേ, മരിച്ചുപോയല്ലേ നിങ്ങളെയൊക്കെ ഒരിക്കലൂടെ കാണണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചതാണ്. കണ്ട സ്ഥിതിക്കൊന്ന് ചോദിച്ചോട്ടെ, ഫമാദാ ഇൻദക ഫതുഖ്ബിറുനാ ബിഹി, ഞങ്ങളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അബ്ശിർ അബ്ശിർ, സന്തോഷിച്ചോളൂ അമ്മാറേ, ഫഇന്നീ ലം അറ മിത്ല ഹുസ്നി ദ്ദന്നി ബില്ലാഹി ശൈആ, ഏറ്റവും നല്ല കർമ്മമാണ് അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നത്. അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക. ഈ റമളാനിന്റെ രാവിൽ നമ്മൾ വിചാരിക്കണം, അല്ലാഹു എനിക്ക് പുറത്തു തരും, അല്ലാഹു എനിക്ക് മാപ്പ് തരും. റമളാനിലെ ഓരോ രാവുകളിലും ആയിരക്കണക്കിന് ആളുകളെ അല്ലാഹു നരകമോചനം നൽകുന്നുണ്ട്. എനിക്കും അല്ലാഹു നരകമോചനം തരും. ഞാൻ ചെയ്തത് വലിയ വലിയ പാപങ്ങളാണെങ്കിലും മനുഷ്യരാരും അറിയാതെ ഞാനും പടച്ചതമ്പുരാനും മാത്രം അറിയുന്ന തെറ്റുകളാണെങ്കിൽ പോലും അല്ലാഹു എനിക്ക് മാപ്പ് തരും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. അങ്ങനെ അർവാഹുകളുടെ ലോകത്ത് നിന്ന് കിട്ടിയ ഈ വിവരങ്ങളൊക്കെ സത്യവിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നന്മകൾ പരക്കാൻ നിമിത്തമാവണം. അല്ലാഹു ആ നന്മകൾ ചെയ്ത് നമ്മുടെ ആത്മാവും ശരീരവും നാളെ രക്ഷപ്പെടണം. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് ഫീ റൗഹിൻ വറൈഹാൻ
വജന്നതി നഈം. ആ സ്വർഗ്ഗലോകത്തേക്ക് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ഇറക്കുകയാണ്. ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ദുആ വസിയത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. എല്ലാവരും ഇരിക്കെ പിരിവൊന്നുമില്ല. നിങ്ങൾ നാമ്യം പറഞ്ഞാൽ 3 സ്വലാത്ത് ചൊല്ല, ഇരുന്ന് ചൊല്ലിയാൽ മതി. അങ്ങനെ 2 സ്വലാത്തുകൾ. ഇപ്പം ദുആന്റെ അവസാനം നമ്മൾ വസല്ലല്ലാഹു അല അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലും. 2 സ്വലാത്തിന്റെ ഇടയിൽ ചോദിച്ചാൽ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. തുടക്കത്തിലും സ്വലാത്ത്, അവസാനവും സ്വലാത്ത്. അതിന്റെ ഇടയിൽ ചോദിക്കുക. ദുആന്റെ തുടക്കത്തിലും അവസാനത്തിലും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ചൊല്ലിക്കോളൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ വചനങ്ങളും നിന്റെ ഹബീബിന്റെ ഹദീസുകളും ചൊല്ലി ഞങ്ങൾ ഈ പരിശുദ്ധമായ രാവിൽ നീ രഹസ്യമാക്കി വെച്ച ആത്മാവിനെ സംബന്ധിച്ച് നിന്റെ ഹബീബ് പറഞ്ഞു തന്ന ഇൽമിന്റെ ശകലങ്ങളാണ് റബ്ബേ ഞങ്ങൾ പഠിച്ചത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ആത്മാവുകളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ചെയ്തു പോയ തെറ്റിന്റെ പാപക്കറകളെ നീ കഴുകി ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, ഈ റമളാനിന്റെ പരിശുദ്ധമായ രാവിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നരകമോചനം ലഭിച്ചവരായി ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ബന്ധുക്കള്, കൂട്ടുകാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഇൽമിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവര്, അർഹമർ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഖിദ്മത്ത് ചെയ്യുന്നവരെ അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും നിന്റെ ഓശാരമായ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ റഹ്മത്ത് നൽകണേ റബ്ബേ. മക്കളിൽ റഹ്മത്ത് നൽകണേ റബ്ബേ. ഇണകളിൽ, തുണകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. സമയത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഈമാനിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അമലിലും ഇൽമിലും ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അല്ലാഹുവേ, ദുആ ഇറക്കാനുള്ള വസിയത്തുകൾ ഇവിടെയുണ്ട്. മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ 25,000 രൂപ തന്ന് സഹായം ചെയ്ത ഖാസിം ഹാജി, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ സ്വതഖയെ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അവർക്കും 2 പേർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്ത മക്കളാക്കി നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, അമുസ്ലിം സഹോദരിമാർ ഇവിടെ ദുആ ഇറക്കാൻ വസിയത്തുണ്ട്. മകന്റെ വിവാഹം ശരിയാവാൻ ഒരു മുസ്ലിം സ്ത്രീ, കുട്ടികൾ ഉണ്ടാകാൻ ദുആ ചെയ്യാൻ ഒരു മുസ്ലിം സ്ത്രീ, ആടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അമുസ്ലിം സ്ത്രീ. അല്ലാഹുവേ, അവരെല്ലാം അവരുടെ ദുന്യവിയായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈ സദസ്സിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, നീ അത് സാധിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഹിദായത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ജോലി ശരിയാവാൻ മക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈമാൻ കിട്ടി മരിക്കാനും ശരീരത്തിലെ വേദന അസുഖങ്ങൾ സുഖപ്പെടാനും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി ഒരുപാട് വസിയത്തുകളുണ്ട്. ഇവിടെ സംഭാവന ചെയ്തവർ ആ തേൻകുപ്പികൾ സ്വീകരിച്ചത് അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാം നിന്റെ ഹദറത്തിലേക്ക് വെക്കുന്നു റബ്ബേ. നീ വായിക്കാതെ ഏതും വിളിച്ചു പറയാതെ തന്നെ അറിയുന്നവനെ, എല്ലാം അറിയുന്ന അലീമും ഖബീറുമായവനെ, ഞങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും കൽബിൽ എന്തെല്ലാം ഖൈറായ മുറാദുകളുണ്ടോ അല്ലാഹുവേ, നീ ഹാസുലാക്കി നൽകണേ റബ്ബേ. അല്ലാഹുവേ, നീ ഹാസുലാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുവരെ ആരോടും പറയാത്തത്, ഒരു സ്ലിപ്പിലും എഴുതി കൊടുക്കാത്തത്, ആരോടും എഴുതി അറിയിക്കാത്തത്, പറഞ്ഞറിയിക്കാത്ത ഞങ്ങളുടെ കൽബിൽ ഞങ്ങളായി ഒളിപ്പിച്ചു വെക്കുന്ന മുറാദുകൾ അറിയുന്നവനെ, അത് ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നീ സാധിപ്പിച്ചു നൽകണേ റഹ്മാനെ. കടങ്ങൾ വിട്ടു നൽകണേ റബ്ബേ.
കടങ്ങൾ വീട്ടിത്തരണേ തമ്പുരാനെ, കടങ്ങൾ വീടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങൾ നൽകണേ റബ്ബേ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല, തുടങ്ങാനിരിക്കുന്നവർക്ക് എളുപ്പമാക്കി കൊടുക്കല്ല, അത് കഴിഞ്ഞവർക്ക് അതിൽ ബറക്കത്തിനെ കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ, ഖൈറായ ജോലി നൽകണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയും ഏർപ്പാടുകളും നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തുകയും അല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം നൽകുകയും ചെയ്യണേ റബ്ബേ. ഏതെല്ലാം നന്മകളിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ ആ നന്മകൾ നീ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാരിൽ ഗർഭിണികളുണ്ട് റബ്ബേ, അവർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. പഠിക്കുന്ന മക്കളുണ്ട്, നല്ല വിജയം നൽകി അവർക്ക് ഉന്നത വിദ്യാഭ്യാസവും അച്ചടക്കവും നൽകണേ റബ്ബേ. അല്ലാഹുവേ, കച്ചവടങ്ങളിൽ ബറക്കത്തിനെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രവാസികൾക്ക് ബറക്കത്തിനെ കൊടുക്കണേ റഹ്മാനെ. ഈ നാട്ടിൽ ചെങ്ങരയിലും പരിസര പ്രദേശങ്ങളിലും അല്ലാഹുവേ റഹ്മത്ത് നൽകണേ തമ്പുരാനെ. ഈ കേരളത്തിലും ഇന്ത്യയിൽ മുഴുപേരാക്കാൻ ആരെല്ലാം തീവ്രവാദത്തിന്റെ പേരിൽ ആരവും നോമ്പും സ്വീകരിക്കണേ റബ്ബേ. ഇബാദത്തുകൾ അപര്യാപ്തതകളെ പരിഹരിക്കണേ റബ്ബേ. കർമ്മങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഈ പരിശുദ്ധമായ രാവിൽ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ചോദിക്കുന്നല്ലാ, ഇതൊരു തൗബയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പാക്കണേ റബ്ബേ. ഞങ്ങളുടെ റൂഹ് ഞങ്ങളുടെ ശരീരവുമായി പിരിയുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ, സജ്ജനങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ പേരിലുള്ള നഗരിയാണിത്. ആ മഹാത്മാവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ, നിന്റെ ഇൽമിനോടുള്ള ഇഷ്ടം, നിന്നോട് ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അടപ്പടച്ചവനെ ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനെ മുഅ്മിനാത്തുകൾ, അവരിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, വീട്ടുകാരുണ്ട്, പരിചയക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ദുആയിരക്കാൻ പറഞ്ഞവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഈ സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെല്ലാം ഈ നിമിഷം നീ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തോടെ കഴിയുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളും എവിടെ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ അവിടം ഞങ്ങൾക്ക് സ്വർഗമാക്കി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആലമുൽ അർവാഹിൽ പരിചയപ്പെട്ട ഈമാനിന്റെ ബന്ധം സ്വർഗത്തിലേക്ക് എത്തും വരെ ഞങ്ങൾക്ക് നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടുകെട്ട് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് നാളെ മരിക്കാനും ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ സുംറത്തിൽ ആദ്യത്തെ ആ സംഘത്തിൽ ആദ്യത്തെ സുംറത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാനുമുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റമളാനിനെ നീ ബഹുമാനിച്ചുവല്ലോ റബ്ബേ. ഈ റമളാനിന്റെ രാവുകളിൽ പകലുകളിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നീ നരകമോചനം നൽകുന്നുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നരകമോചനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, റമളാനിന് അനുകൂലമായി സാക്ഷി നിർത്തണേ റബ്ബേ. റമളാനിനെ ഖുർആനിനെ സാക്ഷി നിർത്തണേ റബ്ബേ. ഖുർആൻ ഓതാനും റമളാനിലെ നോമ്പ് കൃത്യമായി നോറ്റുവിട്ടാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഇനി റമളാൻ കൂടെ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്യാനും റമളാനിലെ ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനة وفي الآخرة حسنة وقنا عذاب النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا